ഇന്ന് ലോകമെമ്പാടുമുള്ള എല്ലാ ക്രിസ്തീയ സഭകളിലും ഈസ്റ്റർ സന്ദേശമായിരിക്കും സഭയിലെ പട്ടക്കാരോ പാസ്റ്റർമാരോ ഒക്കെ കൊടുക്കുന്നത്. പക്ഷേ ഈസ്റ്റർ എന്നുള്ള വാക്ക് ഞാൻ സാധാരണ ഉപയോഗിക്കാറില്ല. റിസറക്ഷൻ സൺഡേ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ശരി. ഉയർപ്പ് ഞായറാഴ്ച എന്ന് പറയുന്നതായിരിക്കും ശരി. ഞാൻ രാവിലത്തെ സർവീസ് പറയുമായിരുന്നു, വി ഓവർ സെലിബ്രേറ്റ് ക്രിസ്മസ് ബട്ട് അണ്ടർ എംഫസൈസ് ഈസ്റ്റർ. എന്താണ്? നമ്മൾ ക്രിസ്മസ് ഒത്തിരി അങ്ങ് ആഘോഷിക്കുന്നു, പക്ഷേ ഈ പറഞ്ഞ കർത്താവിൻ്റെ ഉയർപ്പ് നമ്മൾ അണ്ടർ എംഫസിസ്, അതിൻ്റെ അർത്ഥം കൊടുക്കേണ്ടുന്ന പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ആ കാര്യത്തിൽ. ശരിയല്ലേ? അല്ലേ? ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പക്ഷേ ഉയർപ്പെന്ന് പറഞ്ഞാൽ ഒത്തിരി പേർക്ക് അറിയത്തില്ല. അപ്പം ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഈ വേദപുസ്തകത്തിൽ 2 സുവിശേഷങ്ങളിൽ മാത്രമേ പരാമർശം കാര്യമായിട്ടുള്ളൂ. പക്ഷേ കർത്താവിൻ്റെ ഉയർപ്പിനെ പറ്റി 4 സുവിശേഷങ്ങളിലും അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഡീറ്റെയിൽസും ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. പ്രത്യേകിച്ച് അപ്പോസ്തലന്മാർ ലേഖനം എഴുതുമ്പോഴും, പ്രത്യേകിച്ച് പൗലോസ് ഗലാത്യ ലേഖനത്തിലും തിമോഥെയോസിന് എഴുതുമ്പോഴും വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. ഒരു വാക്യം നമുക്ക് വായിക്കാം. പൗലോസിൻ്റെ ഒരു അഭിപ്രായം എടുത്താൽ, ദ ഗോസ്പൽ ബിഗിൻസ് വിത്ത് ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ് റാദർ ദാൻ ഹിസ് ബർത്ത്. സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ യേശുവിൻ്റെ മരണാനന്തരമാണ്, അല്ലാതെ യേശുവിൻ്റെ ജനനാനന്തരമല്ല. ഇത് നമ്മളൊത്തിരി പേര് ചിന്തിക്കുന്നത് യേശു ജനിച്ചു അങ്ങനെയാണ് സുവിശേഷം വന്നത്. അല്ല, യേശു മരിച്ചു എന്നുള്ളതാണ് കാര്യം. യേശു ജനിച്ചു എന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളല്ലാത്തവരും ഒക്കെ വിശ്വസിക്കുന്നുണ്ട്. യേശു ജനിച്ചു, ഓക്കെ, നല്ല മനുഷ്യനായിരുന്നു, ക്രിസ്ത്യാനികളുടെ ദൈവമാണ്, കുഴപ്പമില്ല, നല്ല മനുഷ്യനായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ യേശുവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് എന്ന് പറയുന്ന ഒത്തിരി അക്രൈസ്തവരെ എനിക്കറിയാം. അതല്ല കാര്യം. ഒരു വാക്യം വായിച്ചേ, 1 കൊരിന്ത്യർ 15-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യം. എന്നാൽ സഹോദരന്മാരും സഹോദരിമാരുമാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും, ഇത് പൗലോസാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിലനിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം, നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ കാരണമായ സുവിശേഷം. നല്ലോണം ഓർക്കണം, നാം രക്ഷിക്കപ്പെടുവാൻ കാരണമായത് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷ നിമിത്തമാണ്. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരാണോ ഇവിടെ ഇരിക്കുന്നത്? നല്ലോണം ഓർക്കണം. യേശുവിൻ്റെ സുവിശേഷം കേട്ടാണോ ഞാൻ രക്ഷിക്കപ്പെട്ടത്? ആ സുവിശേഷത്തിലാണോ ഞാനിന്ന് നിലനിൽക്കുന്നത്? ഞാൻ വിശ്വസിച്ചത് ആ സുവിശേഷമാണോ? അടുത്തത്, സുവിശേഷം നിങ്ങളത് പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. കേട്ടോ, പൗലോസ് പറയാം, ഞാനല്ലേ നിങ്ങളോട് സുവിശേഷം പറഞ്ഞത്, ആ സുവിശേഷം വിശ്വസിച്ചല്ലേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. എങ്കിൽ ഒരു കാര്യം കൂടെ ഓർത്തോണം. എന്താണ്? നിങ്ങളെങ്ങനെയാണ് സുവിശേഷിച്ചിരിക്കുന്നതെന്ന് നിങ്ങളെ ഞാൻ ഓർപ്പിക്കുന്നു. സുവിശേഷം പറഞ്ഞിട്ടങ്ങ് വിട്ടുകളയരുത്, ആ സുവിശേഷം ഓർപ്പിക്കണം. ഇന്നത്തെ പ്രശ്നം, സഭകളിൽ ഈ സുവിശേഷം കേട്ടാണോ രക്ഷിക്കപ്പെടുന്നതെന്നൊരു സംശയമുണ്ട്. അടുത്തത്, ആ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടുവെങ്കിൽ ആ സുവിശേഷം ഒന്ന് ഓർപ്പിക്കേണ്ട ആവശ്യം കൂടെ. എങ്ങനെയാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതെന്നൊന്ന് ഓർപ്പിക്കുകയാണ് ഇവിടെ പൗലോസ്. അടുത്ത വാക്യം, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. ആദ്യം ക്രിസ്തു തിരുവെഴുത്തുകൾ പ്രകാരം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. അടുത്തത്, അടക്കപ്പെട്ടു. അടുത്തത്, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഓർക്കണം, ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അടുത്തത്, കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. ആദ്യമായി ഞാൻ ഇത് തന്നെ ഏൽപ്പിച്ചു തന്നുവല്ലോ എന്ന് പറയുക. അപ്പം അവിടെ നോക്കി, സുവിശേഷം എന്ന് പൗലോസ് പറയുമ്പം അവിടെ യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ യേശുവിൻ്റെ മരണം, അടക്കം, ഉയർപ്പ് തൊട്ടാണ് അവിടെ പൗലോസ് പറയുന്നത്. അല്ലാതെ യേശു ബെത്ലഹേമിൽ നിങ്ങൾക്കായി ജനിച്ചു എന്നുള്ളതാണ് സുവിശേഷമെന്നല്ല. നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അവിടെ മുതലാണ് സുവിശേഷം തുടങ്ങുന്നത്. ശരിയാണ്. എത്ര പേര് ആമേൻ പറയും? ഇന്ന് യേശു മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തതും അല്ല നമ്മുടെ സുവിശേഷം. ഇന്ന് നമ്മുടെയൊക്കെ സുവിശേഷം കേട്ടാൽ സത്യം പറഞ്ഞാൽ ഇതിലെ സുവിശേഷമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല.
അല്ലേ? ഇന്ന് നമ്മൾ സുവിശേഷം നിങ്ങളൊരാളോട് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും നിങ്ങൾ പറയുക? എനിക്ക് നിങ്ങൾ ഒരു അക്രൈസ്തവനോട് സുവിശേഷം പറയുന്നതൊന്ന് കേട്ടാൽ കൊള്ളാം, ഒന്ന് റെക്കോർഡ് ചെയ്തൊന്ന് കേൾപ്പിക്കണം, എന്തൊക്കെയാണ് ഈ പറഞ്ഞു പിടിപ്പിക്കുന്നതെന്ന്. അയ്യോ, ഓരോരുത്തരൊക്കെ സുവിശേഷം പറഞ്ഞു കൊടുക്കുന്ന കേട്ടാൽ നമുക്ക് ഓടി രക്ഷപ്പെടാൻ തുടങ്ങും. കാര്യം ഇതൊന്നുമല്ല പൗലോസും പത്രോസും ഒന്നും പറഞ്ഞ സുവിശേഷം, അല്ലേ? ഇന്ന് ഒരാളെ കൂട്ടത്തിൽ ചേർക്കാൻ വേണ്ടി എന്തൊക്കെയാണ് തട്ടിവിടുന്നത്. സോഷ്യൽ മീഡിയ കൂടെ കേൾക്കുന്ന സുവിശേഷമാണെങ്കിൽ അത് വേറൊന്ന്, അല്ലേ? ദയവായി ഇതൊന്നുമല്ല സുവിശേഷം. യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവിടെ മുതൽ ആ സുവിശേഷം തുടങ്ങുന്ന, പ്രിയപ്പെട്ടവരെ, അല്ലേ? അപ്പം അതേപോലെ ഒരു നല്ലോണം ഓർക്കണം, ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഒരു സൈൻ എന്ന് പറഞ്ഞത് ഇറ്റ്സ് ദ ക്രോസ്. ഞാൻ പറഞ്ഞത് പുൽത്തൊട്ടിയല്ല, ക്രൂശാണ്. ക്രൂശാണ് നമ്മുടെ അടയാളം എന്ന് പറഞ്ഞത്, ക്രൂശ് തന്നെയാണ്, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അതിൻ്റെ 14ഉം 17ഉം കൂടെ വായിച്ചിട്ട് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 14ഉം 17ഉം കൂടെ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് ഇല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, അല്ലേ? വേസ്റ്റ്, വെയിൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അടുത്തത്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ഞങ്ങളുടെ പ്രസംഗവും വേസ്റ്റ്, നിങ്ങളുടെ വിശ്വാസവും വേസ്റ്റ്. എങ്ങനെയെങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ലായിരുന്നെങ്കിൽ. അടുത്തത്, ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. കണ്ടോ? ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. നമുക്കറിയാം, ഈ ഈസ്റ്ററിന് മുമ്പ് ഒരു 40 ദിവസം നിങ്ങൾ പലരും നോമ്പെടുത്ത് കാണും. ഇവിടെ ഇരിക്കുന്നവർ ഒത്തിരി പേര് കാണത്തില്ല. പക്ഷെ വേദോസ്തവത്തിൽ അങ്ങനെ ഒരു ലെൻഡ് എന്നൊരു പരിപാടി ബൈബിളിനകത്ത് ഇല്ല. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് ഒരു 40 ദിവസം മരുഭൂമിയിൽ ഉപവാസത്തോടെ ഇരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അവിടെ വെച്ചാണ് പരീക്ഷകൻ വന്ന് പരീക്ഷിച്ചതും ആ പരീക്ഷകളെല്ലാം വചനത്താൽ ജയിച്ചതും ഒടുവിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ താൻ പുറത്തു വന്ന് തൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങി. നമ്മൾ പലരും വിചാരിച്ചിരിക്കുന്നത് യേശുവിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പാണ് 40 ദിവസം യേശു ഉപവസിച്ചതെന്ന്. അല്ല, യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ തുടക്കത്തിലായിരുന്നു, അല്ലേ? അപ്പം നമ്മൾ ആ ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞു വിടുക. മത്തായി 4-ാം അധ്യായത്തിൻ്റെ 1, 2, 17 വായിച്ചാൽ അവിടെ അറിയാം, അല്ലേ? അപ്പം തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുമ്പായിട്ടാണ് താൻ ആ കാര്യം ചെയ്തത്. പിന്നീട് യേശു ഉയർത്ത ശേഷവും പിന്നീട് ഒരു 40 ദിവസം യേശു ഭൂമിയിലുണ്ടായിരുന്നു, അല്ലേ? നമുക്കറിയാം 40 ദിവസം ഭൂമിയിലുണ്ടായിരുന്നു. പക്ഷേ ആ 40 ദിവസം യേശു എന്ത് ചെയ്തു? പണ്ടത്തെ പോലെ പരസ്യമായിട്ട് വന്ന് എല്ലാവരെയും കൂട്ടിയിരുത്തി ഗിരിപ്രഭാഷണമൊന്നും നടത്തിയില്ല. തൻ്റെ ശിഷ്യന്മാരും പിന്നെ ഒരു ഇന്നർ സർക്കിൾ എന്ന് പറയാവുന്ന ഏകദേശം ഒരു 500 പേർക്ക് പ്രത്യക്ഷനായി എന്നാണ് പിന്നീട് നമ്മൾ വായിക്കുന്നത്. അത്രയും പേർക്കേ പ്രത്യക്ഷനായുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഏകദേശം 10 അപ്പിയറൻസസ്, ഏകദേശം 10 പ്രാവശ്യം താൻ പലയിടങ്ങളിലായി പലർക്കായിട്ട് പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് വരാം. അപ്പം അവിടെ വന്നപ്പോൾ അവിടെ മത്തായി സുവിശേഷം 4:17 മർക്കോസിലുമൊക്കെ അവിടെ തൻ്റെ ശുശ്രൂഷ തുടങ്ങുമ്പം താൻ എന്ത് പ്രസംഗിച്ച് തുടങ്ങി എന്നുള്ളതൊന്ന് ഓടിച്ച് നോക്കുന്നത് നല്ലത് തന്നെയാണ്. ഹി വാസ് പ്രീച്ചിങ് ദ കിങ്ഡം ഓഫ് ഹെവൻ, സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം. അടുത്തത് മർക്കോസിൽ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം, സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം, ദ കിങ്ഡം ഓഫ് ഹെവൻ. അടുത്തത് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഇവിടെയാണ് ഇതിലേക്ക് നമുക്കൊന്ന് വരാം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരാം. നമുക്ക് 24-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. നമ്മൾ ആ ഉയിർപ്പ് ദിവസം എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്കൊരു ഒരു ഓട്ടപ്രദക്ഷിണം നമുക്ക് നടത്താം. 2 ദിവസം മുമ്പ് നമ്മൾ ആ കുരിശിൻ്റെ വഴിയെ ഒന്ന് പോയി, ഇന്ന് നമുക്ക് ആ ഉയിർപ്പിൻ്റെ വഴിയെ ഒന്ന് പോകാം. അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയ്ക്കലെത്തി. കണ്ടോ? ഇതാരാണ് ഈ അവർ? അടുത്ത വാക്യം, കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അപ്പോൾ ഈ അവർ എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ അവിടെ ഉണ്ട് ആരൊക്കെയാണെന്ന്. ഈ അവരെന്ത് ചെയ്തെന്നറിയാമോ? അവർ തലേന്ന് ശനിയാഴ്ച ശബത്ത് ദിവസം അവർക്കൊന്നും പണി ചെയ്യാൻ പറ്റത്തില്ല. അവർ വെള്ളിയാഴ്ച തന്നെ എന്ത് ചെയ്തു? ഇതെല്ലാം ഒരുക്കി വെച്ചിട്ട് രാവിലെ ആവാൻ കാത്തിരുന്നു. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ പാവം 3 പേരും രാത്രി ഉറങ്ങി കാണാൻ വഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, രാവിലെ 3 മണിക്ക് എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ ദുബായി പോവുകയാണെങ്കിൽ രാത്രി ഉറങ്ങുമോ? ഇല്ല. അന്നത്തെ രാത്രി ഉറക്കം പോയി എന്ന് പറഞ്ഞാൽ ആ പാവം 3 സഹോദരന്മാരെ ഉറക്കം പോയി. അവർക്ക് ഉറങ്ങാനൊന്നും കഴിയും. എനിക്ക് തോന്നി യേശുവിനെ ക്രൂശിച്ച് വെള്ളിയാഴ്ച തൊട്ടേ അവർ ഉറങ്ങിയിട്ടില്ല. ശനിയാഴ്ച വീട്ടിൽ ഇരുന്നെങ്കിലും അവർ കരഞ്ഞാണ് ഇരുന്നത്. ഞായറാഴ്ച വെളുപ്പിനെന്ത് ചെയ്തു? ആ സുഗന്ധവർഗ്ഗം എടുത്തുകൊണ്ട് അവർ ഇരുട്ടുള്ളപ്പോൾ തന്നെ ഇറങ്ങി.
ആ പോകുന്ന വഴിക്ക് ഞാൻ ഓടിച്ച് പറയുകയാണ്, അവർ അന്യോന്യം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും, അല്ലേ? അങ്ങോട്ട് പോകുമ്പോഴൊക്കെ ഇവർ ഈ സുഗന്ധവർഗമൊക്കെ കൊണ്ട് പോവുക. എന്തിനാ? ശവശരീരത്തിൽ പുരട്ടാനാ. ഈ പോകുന്ന വഴിക്ക് അവർ അന്യോന്യം പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, ആർ നമുക്ക് വേണ്ടി ആ കല്ലറ. ഇപ്പം നമ്മൾ മലമുകളിൽ കൊണ്ട് ആ സെല്ലാറിനകത്ത് അടക്കി സീൽ ചെയ്തിട്ട് വന്നിട്ട് നിങ്ങൾ 2 ദിവസം കഴിഞ്ഞ് എന്തെങ്കിലും അവിടെ ചെയ്യാൻ പോകണമെങ്കിൽ നിങ്ങളുടെ പ്രശ്നം എന്താ? അതൊന്ന് സ്ലാബ് ഇളക്കി തരും, അല്ലേ? അല്ലേ എന്ന് ചിന്തിച്ചാണ് ഈ പോകുന്നത്. പക്ഷേ പോകുമ്പോൾ അവിടെ അടുത്ത വാക്യം എന്താണ്? അകത്ത് കടന്നാറ്. അവിടെ നോക്കിയപ്പം കല്ല്, 2-ാം വാക്യം, കല്ലറയിൽ കല്ല് ഉരുട്ടിക്കളഞ്ഞ, കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. The stone was already rolled away. അതിനെ ഉരുട്ടിക്കഴിഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവർ, നമ്മൾ രാത്രി മുഴുവൻ സങ്കടപ്പെട്ട് പോകുന്ന വഴിക്ക് മുഴുവൻ സങ്കടപ്പെട്ട് പോകുന്ന കാര്യം ദൈവം ഓൾറെഡി അവിടെ ചെയ്ത് കഴിഞ്ഞു പ്രിയപ്പെട്ടവർ. അതെത്ര പേര് വിശ്വസിക്കുന്നു? the very thing that you are worried of, that you are bothered too much, okay, maybe you are afraid of certain things, but already that has been dealt by God. ദൈവം അത് ഓൾറെഡി അതിന്മേൽ പ്രവർത്തിച്ചു കഴിഞ്ഞു. അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ ഒന്ന് വിശ്വസിച്ചാട്ട് ഈ ഉയർപ്പ് ദിവസത്തിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് വിശ്വസിച്ചു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഈ ദിവസങ്ങളിൽ ഏറ്റവും ഞാൻ ഭാരപ്പെടുന്നൊരു വിഷയം, എൻ്റെ ഹൃദയത്തിൽ ഞാനിങ്ങനെ സങ്കടപ്പെടുന്ന വിഷയം, എൻ്റെ കർത്താവിൻ്റെ സങ്കടം കണ്ട് ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും അതിനൊരു നിവൃത്തി മാർഗം ദൈവം അവിടെ ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞൊരു ആമേൻ പറഞ്ഞാട്ട്. എൻ്റെ വിഷയത്തിന്മേൽ എൻ്റെ ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞു. എൻ്റെ കർത്താവ് പ്രവർത്തിച്ച പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രവൃത്തിയല്ല. ആ കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് ഉറക്കെ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എൻ്റെ അർത്ഥം ചെയ്ത് തീർത്ത് കഴിഞ്ഞു. കംപ്ലീറ്റ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പെയ്ഡ് ഇൻ ഫുൾ, മുഴുവനുമായി കൊടുത്ത് തീർത്ത് കഴിഞ്ഞു. ഇനി ഒന്നും എൻ്റെ അപ്പുറം പേ ചെയ്യാനില്ല. ആ അക്കൗണ്ട് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. 0 അക്കൗണ്ടായി കഴിഞ്ഞു. ഇനി ഒന്നുമില്ല അവിടെ, അല്ലേ? ഇനി അവിടെ ഒന്നുമില്ല. ഇത് ഓർക്കണം പ്രിയപ്പെട്ടവരെ. ശരി, അടുത്തത് 3-ാം വാക്യത്തിൽ അവിടെ ചെന്നപ്പോൾ കല്ലറ അകത്ത് കടന്നാറേ കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല. അകത്ത് കടന്നാറേ കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല. അപ്പോൾ അവർ കാണാൻ പോയത് കർത്താവിനെയോ ശരീരത്തിനെയോ? ഈ മലയാളത്തിൽ പറയും ആള് വില കല്ല് വില. ഇപ്പം ഞാനിവിടെ നിൽക്കുന്നു, നിങ്ങളൊക്കെ പറയും പാസ്റ്റർ ഞാൻ ചത്ത് കഴിഞ്ഞാൽ അടക്കത്തിന് നിങ്ങൾ വരിക, അപ്പം നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ബോഡി എപ്പം കൊണ്ടുവരും? ഇന്നലെ വരെ എന്തായിരുന്നു? പാസ്റ്റർ. ഇപ്പം എന്തായി? ബോഡി. തിരുവനന്തപുരത്താണെങ്കിൽ ബാഡി. ആലോചിച്ച് നോക്കിയേ. അപ്പം നോക്കി എത്ര പെട്ടെന്ന് എൻ്റെ പേഴ്സണാലിറ്റി പോയി. ഇപ്പം എന്താണ്? നിങ്ങൾ എത്ര വലിയ ഡോക്ടർ സോയൻസോ റെവറൻ സോയൻസോ, നിങ്ങൾ എത്ര വലിയ ഉസ്താദാണെങ്കിലും മരിച്ചു കഴിയുമ്പം വെറും അവർ യേശുവിൻ്റെ ബാഡി കാണാനാണ് പോയത്. അവിടെ അകത്ത് കയറി നോക്കിയപ്പം എന്തില്ല? ശരീരമില്ല. ഇത് ശ്രദ്ധിക്കണം പറയും, വളരെ പ്രധാനം. നിങ്ങൾ ചിരിച്ചെങ്കിലും അതിനകത്തൊരു വലിയ ആത്മീയാർത്ഥമുണ്ട്. ഇന്നത്തെയും പ്രശ്നം, ഏറിയ പങ്ക് ക്രിസ്ത്യാനികളും ഇന്ന് മരിച്ചവരുടെ ഇടയിൽ ജീവനുള്ളവനെ തേടിയായി പോകുന്നത്. എല്ലാ ഞായറാഴ്ചയും പോകുന്നു, എല്ലാ രാവിലെയും പോകുന്നു, എല്ലാ ക്രിസ്മസിനും പോകുന്നു, എല്ലാ ഈസ്റ്ററിനും പോകുന്നു, എല്ലാ വെള്ളിയാഴ്ചയും പോകുന്നു, അല്ലേ? എല്ലാം ചെയ്യുന്നു. പക്ഷേ പലപ്പോഴും ജീവനുള്ളവനെ തേടിയാണോ പോകുന്നത്? ചിലപ്പോഴെങ്കിലും മരിച്ചവരുടെ ഇടയിലാണ് നമ്മൾ ജീവനുള്ളവരെ തേടി പോകുന്നത്. അപ്പോഴേ അടുത്ത വാക്യം, അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ. കണ്ടോ? അപ്പോൾ ഇപ്പം പ്രശ്നം, വരുന്ന വഴിക്ക് എന്തായിരുന്നു പ്രശ്നം? കല്ലാരും ഉരുട്ടിത്തരും. ഇപ്പം ചെന്നപ്പോൾ എന്താ പ്രശ്നം? നമ്മൾ ഈ ഒരുക്കി കൊണ്ടുവന്ന സാധനം ഇത് എവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുമെന്നുള്ളതാണ് പ്രശ്നം. ഇന്ന് നമ്മുടെ പ്രശ്നം എന്താ? നമ്മൾ ഒത്തിരിയൊക്കെ ഒരുക്കി കൊണ്ടുവന്നു, പക്ഷേ ഒരുക്കി എന്തിനായിട്ട് കൊണ്ടുവന്നോ അത് ചെയ്യാൻ കഴിയുന്നില്ല. കാര്യം അവിടെ അത് പുരട്ടുന്ന ശരീരം അവിടെ ഇല്ല. അപ്പം ശവശരീരത്തിൽ പുരട്ടാനാണ് ഇവർ ഈ കൊണ്ടുവന്നത്. അടുത്തത്, മിന്നുന്ന വസ്ത്രം അപ്പോഴാണ് ഈ ചഞ്ചലിച്ചിരിക്കുമ്പോഴാണ് അവിടെ 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ട്. എടാ, ഈ ഗുഹയ്ക്കകത്ത് 2 പുരുഷന്മാരിരിക്കുന്നു. ഈ ഗുഹ എന്നൊക്കെ നമ്മൾ പറയുന്നത് പാറയിൽ വെട്ടിയ കല്ലറ എന്നൊക്കെ പറയുന്നത്. അന്നത്തെ കല്ലറ ഏർപ്പാട് ഓർക്കണം.
ആ കല്ലറ കൊടുത്ത ആരാ? അരിമത്യക്കാരനായ യോസേഫ്. ഈ അരിമത്യക്കാരനായ യോസേഫ് വളരെ റിച്ചായിരുന്നു, വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു, നമുക്ക് മനസ്സിലായി. വളരെ ധമ്പന്നനായിരുന്നു. രണ്ടാമത് അദ്ദേഹം വളരെ സ്വാധീനമുള്ള ആളായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പാർട്ടിയും കൂടെ പോയത് ചെന്ന് അനുവാദം മേടിക്കാൻ. കൂടെ പോയ പാർട്ടിയുടെ പേരാരാന്നറിയോ? നിക്കോദിമോസ്. ഇദ്ദേഹത്തെ പറ്റി പണ്ടൊരു ഉപദേശി പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. നിക്കോദിമോസ് രാത്രിയിൽ യേശുവിൻ്റെ അടുത്ത് വന്നു. നീ രാത്രിയിലല്ല വരേണ്ടത് മകനേ, പകൽ വെട്ടത്ത് വരണം. അപ്പം ഞാനും കൊച്ചായിരുന്നപ്പോൾ വിചാരിച്ചു, രാത്രി വന്ന നിക്കോദിമോസ് അപ്പം ഭയങ്കര കുഴപ്പക്കാരനാണ്. അപ്പം അന്ന് തൊട്ട് എനിക്ക് ഈ നിക്കോദിമോസിനോടൊരു എനിക്ക് അങ്ങനെ പറ്റി വലിയ വിലയില്ല. പിന്നെ വായിച്ചപ്പോഴാണ് മനസ്സിലായത്, യേശുവിൻ്റെ ശരീരം പോയി അനുവാദം ചോദിച്ച് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് അടക്കാൻ അനുവാദം ചോദിക്കാൻ പോയപ്പം ഈ നിക്കോദീസ് വേണമായിരുന്നു. അതിൻ്റെ അർത്ഥം ദൈവരാജ്യത്തിന് എല്ലാവരെയും വേണം പ്രിയപ്പെട്ടവരെ. സ്വാധീനമുള്ളവരെയും പണക്കാരെയൊക്കെ വേണം. പക്ഷേ ഇന്നത്തെ പ്രശ്നം സഭ മുഴുവൻ പണക്കാരുടെ പുറകെ. ഇന്ന് എവിടെയെങ്കിലും നിക്കോദിമോസും അരിമത്യോ യോസഫോ ഉണ്ടോ എന്ന് നോക്കിയാൽ എല്ലാവരും നടക്കുന്നത്. അങ്ങനല്ല, അവരുടെയും ആവശ്യമുണ്ട്. കാര്യം ആലോചിച്ച് നോക്കിയേ, പോയി അധികാരികളോട് പോയിട്ട് ഈ ശരീരം ചോദിച്ച് മേടിക്കണ്ടേ? അല്ലേ? അനുവാദം കിട്ടിയാലേ അതുകൊണ്ട് അടക്കാൻ പറ്റൂ. നിങ്ങൾക്കറിയാമോ, ഒരു മോർച്ചറിയിൽ നിന്നൊരു ബോഡി റിലീസ് ചെയ്യാൻ, നമ്മുടെയൊക്കെ ബോഡി കൊണ്ട് നമ്മൾ കൊണ്ട് മോർച്ചറി വെച്ചിട്ട് നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. പക്ഷേ ചില ബോഡീസ് അങ്ങനെ കിട്ടത്തില്ല. ഞാനിന്ന് രാവിലെ ഒരു അനുഭവം പറഞ്ഞു. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇന്ത്യക്കാരി അല്ലാത്ത ഒരു സഹോദരി, തുറന്നു പറഞ്ഞേക്കാം, ശ്രീലങ്കക്കാരി, അവരൊരിക്കൽ ഇവിടെ വന്ന് ചർച്ചിൽ വന്ന് അവർ പെട്ടെന്ന് മരണപ്പെട്ടു. അപ്പം ഞങ്ങൾ പറഞ്ഞു, അയ്യോ ആനന്ദ സിസ്റ്ററെ, നമുക്ക് അടക്കാം, കുഴപ്പമില്ല. ചാടിക്കയറി നമ്മൾ അടക്കം തീരുമാനിച്ചു. അപ്പോൾ മോർച്ചറി വെച്ചു. വൈകിട്ട് ഉച്ച കഴിഞ്ഞ് എടുത്തുകൊണ്ട് വന്ന് വൈകിട്ട് 4 മണിക്ക് അടക്കും. അപ്പോൾ ചർച്ചിലുള്ള എല്ലാവരും വന്ന് 4 മണിക്ക് ഫ്യൂണറൽ സർവീസിന് ചർച്ചിലിരിക്കുക. ഈ പറഞ്ഞ പോലെ എല്ലാവരും പാട്ടൊക്കെ തുടങ്ങിക്കഴിഞ്ഞവിടെ. അപ്പോഴാണ് എനിക്കൊരു ഫോൺ, മോർച്ചറിയിൽ നിന്ന് ബോഡി തരുന്നില്ല. രസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യമാർ മോർച്ചറി പോയി ഇവരെ ഡ്രസ്സ് ചെയ്തെല്ലാം റിലീസ് ചെയ്യാൻ എടുക്കുമ്പോഴാണ് പെട്ടെന്ന് പോലീസുകാർ വന്നിട്ട് കൊണ്ടുവരുത്, അടക്കാൻ പറ്റത്തില്ല. എന്തു പറ്റി? അവരെ അടക്കണമെങ്കിൽ അവരുടെ രാജ്യത്തിലെ അവരുടെ കമ്മീഷണർ ഇവിടെ ഉണ്ട്, അവരുടെ ഇത് വേണം, പിന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വേണം, DGP ഇവിടെ നമ്മുടെ പോലീസ് കമ്മീഷണറുടെ ഇത് വേണം. ചുരുക്കി പറഞ്ഞാൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വന്ന് പറഞ്ഞിരിക്കുന്നത്. ബോഡി തരത്തില്ല. ഇവിടെ പാട്ടുപാടി ഇതൊക്കെ നിർത്തി പിരിച്ചു വിട്ടു. ആദ്യമായിട്ട് ഫ്യൂണറൽ സർവീസ് പിരിച്ചു വിട്ടിട്ട് പറഞ്ഞ് നാളെ എപ്പോഴേലും അടക്കം കാണും, അറിയിക്കാം. അടുത്ത ദിവസം ഉച്ചയ്ക്കും അടക്കാൻ പറ്റിയില്ല. ചുരുക്കി പറഞ്ഞാൽ അന്ന് ഒരുപാട് പാടുപെട്ട് അവർക്ക് അവസാനം പിന്നെ അവരുടെ രാജ്യത്ത് അവരുടെ എംബസി വഴി അറിയിച്ച് NOC ഒക്കെ എടുത്ത് അവസാനം അടുത്ത ദിവസം വൈകുന്നേരമാണ് ഇവരെ കൊണ്ട് അടക്കിയത്. അപ്പം ഞാൻ ഓർത്തു, എടാ ഒരു ശ്രീലങ്കൻ സിറ്റിസൻ്റെ ഒരു ശരീരം റിലീസ് ചെയ്ത് കൊണ്ടുവന്ന് അടക്കാൻ നമുക്ക് അത്രയും ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ യേശുവിൻ്റെ കല്ലറ കൊണ്ട് അടക്കാൻ വേണ്ടി അത് എല്ലാവരും ഞാൻ ചോദിച്ചാലൊന്നും അവിടെ കിട്ടത്തില്ല. പിന്നെ ആരവിടെ ചെന്ന് ചോദിക്കാൻ? പത്രോസ് പോകും. പത്രോസൊക്കെ എപ്പോഴേ പോയി കഴിഞ്ഞു അല്ലേ? തൻ്റെ കൂടെ വന്നതെല്ലാം ഓടി. ചുരുക്കി പറഞ്ഞാൽ രാത്രി വന്ന നിക്കോദിമോസും ഈ അരിമത്യയിലെ യോസഫും കൂടെ ചേർന്ന് ചെന്ന് ചോദിച്ച് അനുവാദം മേടിച്ച് ആ ശരീരം ഇറക്കി കൊണ്ടുവന്ന് ഇതുവരെ ആരെയും വെച്ചിട്ടില്ലാത്തൊരു കല്ലറയ്ക്കകത്ത് വെച്ചു. അതും ഒരു പ്രവചന നിവൃത്തിയായിരുന്നു. പക്ഷേ ഇതുകൊണ്ട് വയ്ക്കാൻ നേരത്ത് നിങ്ങൾക്ക് കഥ അറിയാം, അവിടെ ശിഷ്യന്മാരാരും പുറകെ പോയി ഇത് കണ്ടില്ല. ആരാ പോയി നോക്കി വെച്ചത് സ്ഥലം? ഈ സ്ത്രീകൾ 3 പേരും പോയി നോക്കി കണ്ടുവെച്ചു. നോക്കണേ, ആ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നതും സ്ത്രീകൾ. ഒടുവിൽ ആ ശരീരം കൊണ്ട് അടക്കുമ്പം അവസാനം പോയി കണ്ടിട്ട് നോക്കി വെച്ചതും ആരാണ്? സ്ത്രീകൾ. അതുകൊണ്ടാണ് സഹോദരിമാരെ, ഇന്നൊരു ദിവസം നിങ്ങളുടെ ദിവസവും കൂടാണ്. ശരിക്കും പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കില്ലാത്തൊരു മനസ്സ് നിങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് എപ്പോൾ ഓടിയും ചോദിച്ചാൽ മതി, ഞങ്ങളൊക്കെ പോയി. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ ആ ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് എവിടെ കൊണ്ട് അടക്കിയെന്ന് കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ്, എന്നിട്ടും പോയി വെറുതെ ഇരുന്നില്ല. അന്ന് തന്നെ വെള്ളിയാഴ്ച രാത്രിക്കകം ഇതെല്ലാം ഒരുക്കി കൂട്ടി വെച്ചിട്ട് റെസ്റ്റ് എടുത്ത് അടുത്ത ദിവസം വെളുപ്പിന് ഇരുട്ടുള്ളപ്പോൾ തന്നെ ആ കല്ലറത്തോട്ടത്തിലേക്ക് അവർ 3 പേരും പോയി. ഇരുട്ടത്ത് കല്ലറത്തോട്ടത്തിൽ പോകാൻ പേടിയുള്ള വല്ലവരുണ്ടോ? രാത്രി ഒരു ചലഞ്ച്. രാത്രി 10 മണിക്ക് ഒറ്റയ്ക്ക് ആ മലമുകൾ, ആ മേളി, ആ സെമിത്തേരിയുടെ അവിടെ ചെല്ലാൻ ധൈര്യമുണ്ടോ എല്ലാവർക്കും? പകലൊക്കെ വലിയ ഗമയിൽ പോകും എല്ലാവരും. പക്ഷേ 6 മണിക്കകത്ത് എല്ലാവരും അവിടെ നിന്ന് സ്ഥലം വിടും. കാര്യം പിന്നെ അങ്ങോട്ട് പോകാൻ പേടിയാണ്. പക്ഷേ ഈ സഹോദരിമാരെന്ത് ചെയ്യുന്നറിയാമോ? ഇരുട്ടുള്ളപ്പോൾ. പക്ഷേ അതിനകത്ത് വേറെ രസം കേട്ടോ. അതിനകത്ത് ഒരാളെന്ത് ചെയ്തെന്നറിയാമോ?
ശരീരം പോയി എന്ന് കണ്ടപ്പോഴത്തേക്കും ഓടി വീട്ടിൽ പോയില്ല. എന്ത് ചെയ്തു? അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവിടെ തന്നെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാ തോട്ടക്കാരനാണെന്ന് വിചാരിച്ചപ്പോൾ ഒരാളവിടെ നിൽക്കുന്നു. സാറേ, സാറിനറിയാമോ എവിടെ പോയി ശരീരം? ആരാ എടുത്തുകൊണ്ട് പോയത്? എവിടെ കൊണ്ടുപോയി? അന്ന് എന്നോട് പറഞ്ഞു തന്നാ ഞാൻ വന്നാൽ ശരീരം എടുത്തുകൊണ്ട് പോയിക്കോളാം. എടാ, ഒരു സ്ത്രീ, ഒരു 33 വയസ്സുള്ള ഒരു പുരുഷൻ്റെ ശരീരം, അത് മൃതശരീരം, എടുത്തുകൊണ്ട് പൊക്കളയാമെന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു ധൈര്യമാണെന്ന് നോക്കിയേ, ആലോചിച്ച് നോക്കിയേ. ഞാനൊരു കഥ രാവിലെ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു യൂത്ത് ക്യാമ്പ് നടത്തിയപ്പം ഇവിടെ പൂവാറിനടുത്തൊരു മലയിലൊരു CSI പള്ളിയും അതിനോട് ചേർന്നൊരു റിട്രീറ്റ് സെൻ്ററും ഉണ്ട്. ഇപ്പോഴതിനെപ്പറ്റി ഒത്തിരി കേൾക്കുന്നില്ല. കൊടിതൂക്കി ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ നമ്മളൊരു ക്യാമ്പ് നടത്തി. അപ്പോൾ ക്യാമ്പ് നടത്തിയപ്പോൾ ഒരു രാത്രി ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ചെറുപ്പക്കാരായിരുന്നു എല്ലാവരും ക്യാമ്പ് ഫയറോ എന്തൊക്കെയോ ഇങ്ങനെ രാത്രി ലേറ്റ് നൈറ്റ് 12 മണിയായി. അപ്പോൾ എങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും എനിക്കൊരു കുബുദ്ധി തോന്നി. കാര്യം ആ CSI പള്ളിയുടെ അങ്ങേ വശം ഒരു സെമിത്തേരിയാണ്. നല്ല ഇരുട്ടാണ്. ഇപ്പുറത്തോട്ട് നോക്കിയാൽ കടലൊക്കെ കാണാൻ ദൂരെ, പക്ഷേ ഇപ്പുറത്ത് സെമിത്തേരിയ, അവിടെ നല്ല ഇരുട്ട്. അപ്പം ഞാൻ ചുമ്മാ പറഞ്ഞു, ഒരു ചലഞ്ച്, ഒരു പന്തയം, ആർക്കെങ്കിലും ഈ സമയത്ത്, ഇപ്പം മണി എത്രയായി? 12 മണി കഴിഞ്ഞു. ആ കല്ലറത്തോട്ടത്തിൽ പോയി അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കല്ലറയിൽ എഴുതിയിരിക്കുന്ന എന്താണെന്ന് വായിച്ചിട്ട് വന്ന് പറഞ്ഞാൽ സമ്മാനം തരാം. എത്ര രൂപ വരും? എത്രയോ ഒരു സമ്മാനം പറഞ്ഞു ഞാൻ. എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്ന ആരും പോകത്തില്ല അന്ന്. പക്ഷെ അന്ന് ഈ ചർച്ചിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി, അവളിന്ന് കോളേജ് ഓൾ സയൻസിൽ പഠിക്കുന്ന കാലമാണെന്ന് തോന്നുന്നു, അവൾ ഞാൻ പോകാമെന്ന് പറഞ്ഞൊരു ഒറ്റ പോക്ക് ഇരുട്ടത്ത്. നമുക്ക് പേടിയായി, കുറേ നേരം കൊണ്ട് കാണുന്നില്ല, പോയി നോക്കാൻ നമുക്കും പേടി. അവസാനം കുറേ കഴിഞ്ഞപ്പോൾ ഇവൾ വന്നിട്ട് കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ പോയി ഒരു കല്ലറ തപ്പി പിടിച്ച് ഇരുട്ടത്ത് വായിച്ചെടുത്തു, ഇന്നതാണ് പേര്. പക്ഷേ പോയി ശരിയാണോ എന്ന് നോക്കാൻ ആർക്കും ധൈര്യമില്ല. അടുത്ത ദിവസം രാവിലെ പോയി നോക്കിയപ്പം കൃത്യം ആ പേര് തന്നെയാണ്. അവൾക്ക് പറഞ്ഞ സമ്മാനം ഞാൻ കൊടുക്കുകയും ചെയ്തു. അല്ലേ? അപ്പോൾ അപ്പം ഒരു കാര്യം മനസ്സിലായി, മറിയ ഈ ഇരുട്ടത്ത് അവിടെ പോയി കാത്തു നിന്നാൽ ഒരു അതിശയമില്ല, ഒരു പുരുഷനും ഇല്ലാത്ത ധൈര്യം നിങ്ങൾക്കൊണ്ട് നമിച്ചിരിക്കുന്നു. പക്ഷേ എൻ്റെ ചോദ്യം, ഇന്ന് നിങ്ങൾ പോവോ? വെളുപ്പിന് എൻ്റെ നാഥനെ അന്വേഷിച്ച് നമ്മൾ ഇറങ്ങുമോ പ്രിയപ്പെട്ടവരെ? ശരി, അടുത്ത വാക്യത്തിലേക്ക് വന്നേ. ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട്, ആ 2 പുരുഷന്മാരായി പറയുന്നത്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? ഇതാണ് ഇന്നും കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം. ഹൗ കം യു ആർ ലുക്കിംഗ് ഫോർ ദ ലിവിങ് അമംഗ് ദി ഡെഡ്? മരിച്ചവരുടെ ഇടയിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്നവനെ എന്തിനന്വേഷിക്കുന്നു? നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ അന്വേഷിക്കണം, മരിച്ചവരുടെ ഇടയിലല്ല. ഇന്നും ലോകത്ത് നമ്മൾ നോക്കിയാൽ അനേകർ ഈ ജീവനുള്ള ക്രിസ്തുവിനെ അന്വേഷിക്കുന്നത് മരിച്ചവരുടെ ഇടയിലാണ്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, മരിച്ചവരുടെ ഇടയിൽ അന്വേഷിച്ചാൽ ഒരിക്കലും കണ്ടുകെട്ടാൻ പോകുന്നില്ല. കാര്യം അവിടെ ഇല്ല, അവനിവിടെ ഇല്ല. അടുത്ത വാക്യമുണ്ട്, എന്താണ്? അവനിവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഇവിടെ ഇല്ല, ഹി ഈസ് നോട്ട് ഹിയർ. അവനിവിടെ ഇല്ല. അവനുള്ളിടത്ത് പോയി നോക്കണം, അവനില്ലാത്തടത്ത് പോയി നോക്കരുത്. ഇനി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അടുത്തത്, മുമ്പേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. കണ്ടോ? അവിടാണ് ഒരു കാര്യം ഈ ദൂതന്മാർ ഇവർ ദൂതന്മാരാണ് 2 പേര്. അവർ പറയുക, നിങ്ങളോട് പറഞ്ഞില്ലേ അവൻ ജീവിച്ചിരുന്നപ്പം അവൻ മരിക്കുമെന്നും അടക്കപ്പെടുമെന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും പറഞ്ഞില്ലേ? അത് ഓർക്കുന്നില്ലേ? ഇവിടെയാണ് ഒരു പ്രശ്നം. കർത്താവ് ഒന്നും നമ്മളോട് പറയാതിരുന്നിട്ടില്ല. കർത്താവ് പറയേണ്ടതല്ല ഈ വചനത്തിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളത് മറന്നു പോകുന്നു. അപ്പം മറന്നു പോകുന്നതിനെ കൃപയാൽ പരിശുദ്ധാത്മാവ് നമുക്ക് ഓർപ്പിച്ചു തരുന്നു. അതിനായിട്ട് സ്തോത്രം. അല്ലേ? പരിശുദ്ധാത്മാവ് നമുക്ക് ആശ്വാസം തരുന്നവൻ മാത്രമല്ല, പരിശുദ്ധാത്മാവ് സകല സത്യത്തിലേക്കും നമ്മളെ വഴി നടത്തുന്നവൻ മാത്രമല്ല, പരിശുദ്ധാത്മാവ് നമുക്ക് എന്ത് ചെയ്യും? ഓർപ്പിച്ചു തരുന്നവനുമാണ്. He is not our comforter alone. He is not our teacher and guide. He is not the one alongside of us. He is the one also brings us to remember things which you ought to forget. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മറന്നു പോവും. അപ്പോൾ ഇവിടെ നോക്കിയേ, യേശു മരിക്കുമെന്നും അടക്കപ്പെടുമെന്നും 3-ാം നാൾ ഉയർക്കുമെന്നും നേരത്തെ മുൻകൂട്ടി ഇവരോടൊക്കെ പറഞ്ഞതാ. പക്ഷെ അവർ അതെന്ത് ചെയ്തു? മറന്നുപോയി. ഇന്ന് നമ്മളോടും കർത്താവ് ചില കാര്യങ്ങൾ ഇതുപോലെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആവശ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മറന്നുപോകും. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. നമ്മുടെ ഇരിപ്പ് കണ്ടാൽ ആർക്കും എന്നെ വേണ്ട,
അപ്പോഴേ പരിശുദ്ധാത്മാവ് പതുക്കെ മന്നം സ്വരത്തിൽ പറയും, ഓർക്കുന്നില്ലേ, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല. കണ്ടോ? അപ്പം കർത്താവ് നമ്മുടെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് മറന്നുപോയി. ഇവിടെ നോക്കിയേ, മറന്നുപോയവരെ ഓർപ്പിക്കുകയാണ്. ഇന്ന് ഞാനും നിങ്ങൾ മറന്നു പോകുന്നതിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം. ശരി, മുൻകൂട്ടി പറഞ്ഞിട്ടില്ലയോ എന്ന് പറഞ്ഞു, അത് ഓർത്തുകൊള്ളുവിനെന്ന് പറഞ്ഞു. അടുത്ത വാക്യം, അവർ അവൻ്റെ വാക്ക് ഓർത്തു. അപ്പോഴാണ് എന്താണ്? അപ്പോൾ അവരെന്ത് ചെയ്തു? അവൻ്റെ വാക്ക് ഓർത്തു. സത്യം പറഞ്ഞാൽ ഈ വാക്ക് 2 ദിവസം മുമ്പ് ഓർത്തിരുന്നെങ്കിൽ ഈ സുഗന്ധവർഗത്തിൻ്റെ പൈസ ലാഭിക്കാമായിരുന്നു. ആലോചിച്ച് നോക്കിയേ, എന്തൊരു വേസ്റ്റാണെന്ന് ആലോചിച്ച്. ഇതെല്ലാം ഇനി എന്ത് ചെയ്യാം? നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മളൊക്കെ ചുമ്മാ 150 രൂപയ്ക്ക് റീത്തും കൊണ്ട് അവിടെ വെച്ചിട്ടിങ്ങി വരും. ഇത് റീത്തല്ല, ഇത് വളരെ ഈ കൂട്ടുകളെല്ലാം കൂടെ ഉണ്ടാക്കാൻ വലിയ പാടുമാണ്. അതിൻ്റെ സാധനങ്ങൾ മേടിക്കാൻ നല്ല വിലയാണ്. ശരിക്കും വിലയുള്ള സാധനങ്ങളാണ് ഈ കൂട്ടായിട്ടുണ്ടാക്കി കൊണ്ടുപോകുന്നത്, അല്ലേ? പക്ഷേ അതെല്ലാം കൊണ്ടുപോകുന്നത് ഒരു ശവശരീരത്തിൽ പുരട്ടാനാണ്. എങ്കിൽ ഒരു കാര്യം ഓർക്കണം, ഇതിനകത്ത് ഒരു പാർട്ടി, ഇത് ആരൊക്കെയായിരുന്നറിയാമോ? ഒന്ന് മഗ്ദലനക്കാരത്തി മറിയ, ഒന്ന് യോഹന്ന. ഈ യോഹന്നയാണ് നമ്മുടെ ജോയാന, അല്ല? ഇന്ന് നിങ്ങളെല്ലാം വലിയ സ്റ്റൈലിൽ നിങ്ങളുടെ കൊച്ചുമക്ക് ജോയാന എന്നൊക്കെ ഇടും. ഇത് പഴയ യോഹന്ന. പോട്ട്. അടുത്തത് യാക്കോബിൻ്റെ അമ്മ മറിയ, അതായത് യേശുവിൻ്റെ ആൻറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലേ? അപ്പോൾ ഇവർ 3 പേരും കൂടെയാണ് പോയത്. ഈ മറിയ പണ്ടൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? മറിയ ഒരു നല്ല റെക്കോർഡുള്ള സ്ത്രീ ആയിട്ടല്ല പലരും ചിന്തിക്കുന്നത്. പോരാഞ്ഞിട്ട് അവർ ഭൂതങ്ങളുണ്ടായിരുന്നു അവളുടെ ഉള്ളിൽ. യേശു അവളെ വിടുവിച്ചു. എത്ര ഭൂതം ഉണ്ടായിരുന്നു? 7. ബൈബിൾ പറയുന്നതുകൊണ്ട് വിശ്വസിക്കാം 7, അല്ലെങ്കിൽ ഭൂതം പറയുന്നത് വിശ്വസിക്കരുത്. ഇന്ന് ഒത്തിരി പേര് ഈ പറഞ്ഞ ഭൂതത്തെ കിട്ടിയ ഉടനെ ഇൻ്റർവ്യൂ തുടങ്ങും. എവിടെ നിന്ന് വന്നു? പേരെന്താ? എന്ന് വന്നു? പോവോ? അപ്പോൾ ഒരിക്കലും ഭൂതം ചോദിച്ചത്, എന്തോ കല്യാണം ആലോചിക്കാനാണോ എൻ്റെ ഇത്രയും ഡീറ്റെയിൽ ചോദിക്കുന്നത്? ആലോചിച്ച് നോക്കി. ഒരിക്കലും ഉപദേശിച്ച് 12 മണി വരെ ഭൂതം ഉറക്കിയിട്ടും ഭൂതം പോകുന്നില്ല. അപ്പോൾ ഒരു 12 മണി കഴിഞ്ഞപ്പം പുള്ളി വാച്ച് നോക്കി വെച്ച്, ഇന്ന് പോവോ? അവിടെ ഭൂതം ചോദിച്ചു, എന്താ? എനിക്ക് പോകണം. അതായത് 12 മണി വരെ വരട്ടി വെച്ചും ഭൂതം പോകുന്നില്ല. അപ്പം പിന്നെ പുള്ളി ചോദിക്കുക, നീ പോവോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പോകണം വീട്ടിൽ. അവിടെ ഭൂതത്തിൻ്റെ അടുത്ത് ദയവ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഡയലോഗ് ഒന്നും അടിക്കരുത്, അതിൻ്റെ ആവശ്യമില്ല. കാരണം അവൻ പറയുന്നത് കള്ളമാണ്, അല്ലേ? അവൻ കള്ളനും കള്ളൻ്റെ അപ്പനും ആണ്ട് അവൻ്റെ വാക്കൊന്നും വിശ്വസിക്കേണ്ട. പക്ഷേ ഇവിടെ വചനം പറയുന്നു മറിയയ്ക്ക് എത്ര ഭൂതം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ വിഷയം അതല്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു മറിയെ എൻ്റെ കർത്താവ് വിടുവിച്ചപ്പം അവളെങ്ങനെ പോകാതിരിക്കുവേ? ഇനി അവളൊരു വിലയേറിയൊരു പരിമള തൈലം കൊണ്ട് ഈ പറഞ്ഞ പോലെ യേശുവിൻ്റെ പൊട്ടിച്ച് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അന്ന് അവിടെ ഇരുന്നുകൊണ്ട് എന്താ ആൾക്കാർ കമൻ്റ് അടിച്ചത്? അത് പ്രത്യേകിച്ച് ഒരാളൊരു കമൻ്റ് അടിച്ചു. എന്താണ്? വൈ ദിസ് വേസ്റ്റ്? എന്താണ് ഈ പാഴ്ചെലവ്? എന്തിന് ഈ പാഴ്ചെലവ്? എന്തിനെന്ന് മാത്രമല്ല, എൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ, ഈ പൈസ നമുക്ക് വല്ല ഓർഫനേജിൽ കൊടുത്തുകൂടായിരുന്നോ? എന്നിട്ട് താഴെ എഴുതിയിട്ടുണ്ട്, ഇയാൾ ഈ പാവങ്ങളെക്കുറിച്ച് ചിന്തയുള്ള ആളൊന്നും ഉള്ളതുകൊണ്ടല്ല, ഇവൻ കള്ളനാ, ഇവൻ കൂടെ ഇവനാണ് ട്രഷറർ. ഇന്ന് ഈ കമ്മിറ്റി ഈ കള്ളന്മാരാരാ? യേശുവിൻ്റെ കമ്മിറ്റിയിൽ ഒരു കള്ളനുണ്ടായിരുന്നു. പക്ഷേ നോക്കണേ, ആ കള്ളനെ തന്നെ പിടിച്ച് ട്രഷററാക്കി. ഇന്ന് നമ്മളാണെങ്കിൽ ഏറ്റവും സത്യസന്ധനും കഴിയുമെങ്കിൽ ഒരു റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനെ നമ്മളെ ഏൽപ്പിക്കത്തുള്ളൂ, അല്ലേ? പക്ഷേ യേശുവിൻ്റെ കമ്മിറ്റിയിൽ ഈ പറഞ്ഞ പോലെ അയാൾ കൂടെ കൈയിട്ടെടുക്കുമായിരുന്നു എന്ന് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അത് യേശുവിന് അറിയാമായിരുന്നു, അത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല, അല്ലേ? ജീസസ് ന്യൂ ദാറ്റ് ദിസ് ഫെലോ വാസ് എ തീഫ് ആൻഡ് ഹി യൂസ് ടു സ്റ്റീൽ, അല്ലേ? പക്ഷേ അവന് മോഷ്ടിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും അവൻ്റെ കയ്യിൽ തന്നെയാണ് ഈ പണസഞ്ചി കൊടുത്തിരുന്നത്. പക്ഷേ അവൻ തന്നെ ഇപ്പോൾ ഇരുന്നുകൊണ്ട് വാച ഓടിക്കുന്നത് എന്താണ്? വൈ ദിസ് വേസ്റ്റ്? അപ്പോൾ യേശു എന്തോ പറഞ്ഞത്? വിട് അവളെ, അങ്ങ് വിട്. അവളിപ്പോൾ ഈ ചെയ്തത് എന്തിനാ? എൻ്റെ ശവസംസ്കാരത്തിനായിരുന്നു. അതിൻ്റെ അർത്ഥം മറിയ യേശു ജീവനോടിരുന്നപ്പോഴേ ചെയ്യേണ്ടത് ചെയ്തു. യേശു മരിച്ചിട്ട് ശവശരീരത്തിന് ചെയ്യാനല്ല വരേണ്ടത്, ജീവനോടിരിക്കുമ്പം ചെയ്യണം. മനസ്സിലായോ? അത് ചെയ്യാനുള്ള ഭാഗ്യം മറിയയ്ക്കുണ്ടായി. ഇന്ന് ഞാനും നിങ്ങളും ഇനിയും യേശുവിൻ്റെ മരണത്തിലൊന്നും ചെയ്യേണ്ട, അവൻ ഒരിക്കലായി മരിച്ചു കഴിഞ്ഞു.
ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. ആ ജീവനുള്ള കർത്താവിന് ഒരു 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 സൗരഭ്യവാസനയായിട്ട്, ഒരു പരിമള തൈലമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ അവൻ്റെ കാൽക്കൽ അർപ്പിക്കാൻ മാത്രമേ നമുക്കിനി കഴിയൂ. പ്രിയപ്പെട്ടു, നമ്മളിനി ഒരു സുഗന്ധവർഗവും ഒരു കൂട്ടും ഉണ്ടാക്കിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലണ്ട. നമ്മളെ തന്നെ കൊടുത്താൽ അതുമാത്രം മതി പ്രിയപ്പെട്ടവരെ. അപ്പം നോക്കിയേ, കൃത്യമായിട്ട് ഈ വന്ന 3 സ്ത്രീകളോട് ദൂതന്മാർ പറഞ്ഞു, അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് പോയി. നിങ്ങളോട് നേരത്തെ പറഞ്ഞത് ഓർക്കുന്നില്ലേ? അപ്പോഴവർ ഓർത്തു. പക്ഷേ ഓർത്ത് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീകളുടെ റെസ്പോൺസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്തു? കല്ലറ വിട്ട് മടങ്ങിപ്പോയി 11 മുതലായ എല്ലാവരോടും ഇതൊക്കെയും അറിയിച്ചു. കണ്ടോ, അവർ ഓടിപ്പോയിട്ട് അവരടുത്ത് ചെയ്തത് എന്താണ്? എല്ലാവരോടും ഇതൊക്കെയും അറിയിച്ചു. അപ്പോൾ അവരുടെ റെസ്പോൺസ്, ദ റെസ്പോൺസ് ഓഫ് ദ വിമൻ, നമ്പർ 1, ദേ ബിലീവ്ഡ്. നമ്പർ 2, ആൻഡ് ദേ ഷെയർഡ്. എന്താണ് ദേ ഷെയർഡ്? ദ ഗുഡ് ന്യൂസ്. അവരാദ്യം ഇത് കണ്ടത് വിശ്വസിച്ചു. 2, അവരെന്ത് ചെയ്തു? ആ വിശ്വസിച്ച കാര്യം സകലരോടും പറഞ്ഞു. ഇന്ന് ഞാനും നിങ്ങളും ഈ യേശുവിനെ കണ്ടെത്തിയെങ്കിൽ എൻ്റെ ചോദ്യം, വാട്ട് ആർ യു ഡൂയിങ് ആഫ്റ്റർ ദാറ്റ്? ഇവിടെ ഇരിക്കുന്ന എല്ലാം വിശ്വാസികളാണ്. ഇവിടെ അവിശ്വാസികൾ വല്ലതും ഉണ്ടോ എന്ന് കൈവക്കാമോ? എൻ്റെ അർത്ഥം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വിശ്വാസികളാണ്, അല്ലേ? പക്ഷേ എൻ്റെ ചോദ്യം, നിങ്ങൾ വിശ്വസിച്ചിട്ട് അടുത്ത് ചെയ്യുന്നത് എന്തുവാ? അപ്പോൾ നിങ്ങൾ പറയും, അത് എൻ്റെ വിശ്വാസം അത് എന്നിൽ തന്നെ ഇരിക്കട്ടെ ബ്രദറെ. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ വിശ്വസിച്ച വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഭദ്രമായിട്ട് പൊതിഞ്ഞ് വെച്ചിരിക്കുക. സാക്ഷ്യം പൊതിഞ്ഞ് കെട്ടുക എന്നൊരു വാക്യം ബൈബിളിന്. അതുപോലെ നമ്മുടെ സാക്ഷ്യം പൊതിഞ്ഞ് കെട്ടി വെച്ചിരിക്കുക. കർത്താവ് പറഞ്ഞ് നിങ്ങൾ ഭൂലോകം എങ്ങും പോയി സാക്ഷികളാണ്. ഞങ്ങൾ സാക്ഷ്യം പൊതിഞ്ഞ് കെട്ടി വെച്ചിരിക്കുക. പിന്നെ ഞായറാഴ്ച കൊണ്ടുവന്ന് പൊതി അഴിക്കും. എന്താണ്? കർത്താവ് കഴിഞ്ഞ ഒരാഴ്ചക്കാലം എനിക്ക് നല്ലവനും വല്ലവനുമായിരുന്നു, വരാമായിരുന്ന ആപത്തനങ്ങളെല്ലാം കർത്താവിനെ വിടിയിച്ചു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. ഈ ഒരു പുതിയ ആഴ്ച കർത്താവ് എനിക്ക് തരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ഇരുന്നോളാം. ഇങ്ങനൊരു കലാപരിപാടി വർഷങ്ങളായിട്ട് ഞാനും നടത്തിക്കൊണ്ടിരുന്നതാണ്. എല്ലാ ആഴ്ചയും ഇതായിരുന്നോട്ട് പറയുന്നത്, എന്താ? കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞില്ല. അടുത്തൊരാഴ്ച കർത്താവ് തരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ട്. പക്ഷേ അതിന് നിങ്ങൾ എനിക്ക് വേണ്ടി, അതിൻ്റെ അർത്ഥം നിങ്ങൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ് എനിക്ക് കർത്താവിന് വേണ്ടി സാക്ഷിയാവാൻ കഴിയാത്തത്. എന്തോ ഒരു വിവരക്കേടൊക്കെയാണ് നമ്മൾ എഴുന്നേറ്റെന്ന് പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പോയി ഇത് പങ്കുവയ്ക്കണം യേശുവിനെ. They believed and they shared. റോമാലേഖനം 10:9 നമ്മളെങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? റോമാലേഖനം 10:9 ഇതൊക്കെ ചില കുറിവാക്യങ്ങൾ കാണാപ്പാടെ നിങ്ങൾ പറയണം. ഇതൊന്നും തുറന്ന് വായിക്കാൻ പോലും നിൽക്കരുത്, ഉറക്കെ പറയണം ഈ വാക്യങ്ങൾ. എന്താണ്? യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. കണ്ടോ? അപ്പം നമ്മൾ എങ്ങനെ രക്ഷിക്കപ്പെട്ടത്? യേശു കർത്താവെന്ന് ഏറ്റുപറയണം. ഞാനൊരു സത്യം പറയട്ടെ, ഇന്ന് ഒത്തിരി വിശ്വാസികൾ യേശുവിനെ രക്ഷിതാവെന്ന് ഏറ്റു പറഞ്ഞിട്ടുണ്ട്, കർത്താവെന്ന് ഏറ്റു പറഞ്ഞിട്ടില്ല. യു ഹാവ് കൺഫസ് ജീസസ് ആസ് യുവർ സേവിയർ ബട്ട് നോട്ട് ആസ് യുവർ ലോർഡ്. എന്താണ് ഈ കർത്താവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? നമുക്ക് ഈ വിശ്വാസികൾക്ക് കർത്താവ് എന്നുള്ള വാക്കിന് വലിയ വിലയില്ല. ചുമ്മാ കർത്താവേ കർത്താവേ കർത്താവ്. ഒരു പ്രാർത്ഥന എടുത്ത് ആലോചിച്ച് നോക്കിയാൽ 2 മിനിറ്റ് പ്രാർത്ഥിക്കുമ്പം അതിനകത്ത് 36 കർത്താവുണ്ട്, അല്ലേ? കർത്താവേ 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 കർത്താവേ. പക്ഷെ എന്തുവാ ഈ കർത്താവ്? എന്തുവാ നിങ്ങൾ ഉദ്ദേശിച്ചത്? കർത്താവ് എന്ന് വിളിക്കുന്നതുകൊണ്ട്. കർത്താവ് എന്ന് നമ്മളൊരാളിനെ വിളിച്ചാൽ പിന്നെ നമ്മളാരാ? അടിമ, ബോണ്ട് സ്ലേവ് എന്നാ ശരിക്കും പറയാം. അത് എന്തൊരടിമ? ഒരവകാശങ്ങളും ഇല്ലാത്ത അടിമ. അതിൻ്റെ അർത്ഥം ഈ അടിമയ്ക്ക് പിന്നെ ഒരു തീരുമാനം പോലും എടുക്കാൻ പറ്റത്തില്ല, തന്നെക്കുറിച്ച് പോലും ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. യജമാനൻ തീരുമാനിക്കുക എന്ത് ചെയ്യണമെന്ന്. അങ്ങനെയുള്ളൊരു ബന്ധമാണ് കർത്താവുമായിട്ട് നമുക്കുണ്ടാവേണ്ടത്. അങ്ങനൊരു ബന്ധം നമുക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? അങ്ങനെയുള്ളൊരു കർത്താവാണോ നമ്മുടെ യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ? അത് ഞാൻ പറഞ്ഞത്, രക്ഷിതാവായിട്ട് ആർക്കും യേശുവിനെ സ്വീകരിക്കാം, പക്ഷെ കർത്താവായിട്ട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വില കൊടുക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ. ഞാനും നിങ്ങളും വായികൊണ്ട് കർത്താവ് ഏറ്റു പറയണം. അടുത്തത്, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്നും വിശ്വസിക്കണം. അപ്പം നോക്കിയേ, നിങ്ങളുടെ വിശ്വാസത്തിന് ആധാരം എന്താ? യേശുവിനെ പിതാവ് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കണം. ഇനി ഞാൻ വേദനയോട് പറയട്ടെ, യേശു ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കാത്ത ഒത്തിരി സ്കോളേഴ്സ് ഉണ്ട്, അറിയാമോ? ക്രിസ്ത്യൻ സ്കോളേഴ്സ്.
എത്രയോ സെമിനാരിയുടെ പ്രസിഡന്റുമാർ, പ്രിൻസിപ്പൾമാർ, വലിയ 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 പ്രൊഫസർമാർ, വലിയ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊഫസർമാർ, അവരൊത്തിരി ഡോക്ടറേറ്റൊക്കെ എടുത്തവർ, അവർ പലർക്കും ഡോക്ടറേറ്റ് എടുക്കാൻ ഗൈഡാണ് അവർ. പക്ഷെ അവർ വിശ്വസിക്കുന്നില്ല യേശു ഉയർത്തെഴുന്നേറ്റു. അറിയാമോ? എത്രയോ ബിഷപ്പുമാർ വിശ്വസിക്കുന്നില്ല, അറിയാമോ? എനിക്ക് വിശ്വസിക്കാത്ത പട്ടക്കാരെയും, ഇനി ഈയിടയ്ക്ക് ഞാനൊരു പാസ്റ്ററേയും കേട്ടു, അയാളും വിശ്വസിക്കുന്നില്ല യേശു ഉയർത്തെഴുന്നേറ്റെന്ന്. അതിൻ്റെ അർത്ഥം ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പാവപ്പെട്ടവരായ ഞാനും നിങ്ങളും നമ്മൾ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നെങ്കിൽ പ്രൈസ് ദ ലോർഡ്, ആ വിശ്വാസമാണ് നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നത്. വായി കൊണ്ട് കർത്താവായിട്ട് മാത്രമല്ല, അവനെ ഉയർപ്പിച്ചു പിതാവെന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അവരത് വിശ്വസിക്കുക മാത്രമല്ല, അവരോടി വന്ന് എന്ത് ചെയ്തു? അവർ വന്ന് സകലരോടും പറഞ്ഞു. ആദ്യം ശിഷ്യന്മാരോട് പറഞ്ഞു. ഈ ശിഷ്യന്മാരോട് പറയുമ്പം അവരുടെ കാര്യം ശ്രദ്ധിക്കണം. അവിടെ പറഞ്ഞു വിട്ടത്, നീ പോയി അവൻ്റെ ശിഷ്യന്മാരോട് പറയണം അവൻ ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് പോയിന്ന്. പ്രത്യേകിച്ച് ആരോട് പറയണം? ആരോട് പറയണം? ഞാനും നിങ്ങളുമായിരുന്നെങ്കിലോ? എൻ്റെ കൂടെ നിന്നിട്ട് പാറയായ പത്രോസ് എന്നൊക്കെ വിചാരിച്ച പാർട്ടി ഇപ്പം എന്തായി? ഒന്നല്ല, രണ്ടല്ല, 3 വട്ടം എന്ത് ചെയ്തു? ഏറ്റുപറയല്ല, തള്ളിപ്പറഞ്ഞു. അങ്ങനെയുള്ള പത്രോസിനോട് അഥവാ അവനോട് ഒന്ന് പറഞ്ഞേരെന്ന് പറയുമ്പോൾ എന്തായിരിക്കും പറഞ്ഞത്? ഞാൻ കണ്ടോളാമെന്ന് പറഞ്ഞേര്, അല്ലെങ്കിൽ ഞാൻ അവനെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേര്, ഇങ്ങനെയൊക്കെ പറഞ്ഞു വിടൂ. പക്ഷേ അല്ല, പത്രോസിനോട് പറയണേ ഞാൻ മുമ്പേ പോയെന്ന്. ഇതാ, ഇൻ സ്പൈറ്റ് ഓഫ് ഹൗ മെനി ടൈംസ് വി ഡിസോൺ ഹിം, വി ബിട്രേ ഹിം, വി ഡിനൈ ഹിം, ഗോഡ്സ് ലവ് ഇസ് കമ്മിങ് ആഫ്റ്റർ അസ്. എത്ര തള്ളി പറഞ്ഞിട്ടും, എത്ര ഈ പറഞ്ഞ പോലെ അവനെ നമ്മൾ ഒറ്റിക്കൊടുത്തിട്ടും നമ്മുടെ പുറകെ അവൻ്റെ സ്നേഹം വരുന്നുണ്ടെന്നുള്ള ഓർക്കണം പ്രിയപ്പെട്ടവരെ. ഞാൻ പറയാറുണ്ട്, പത്രോസ് 3 വട്ടമല്ലേ തള്ളി പറഞ്ഞുള്ളൂ, നമ്മൾ എത്ര വട്ടമാണ് തള്ളി പറഞ്ഞിരിക്കുന്നത്? എന്നിട്ടും കർത്താവ് നമ്മളെ സ്നേഹിച്ച് നമ്മളെ കരുതി വീണ്ടും ഈ പറഞ്ഞ പോലെ അവൻ്റെ വചനം തന്ന് നമ്മളെ വീണ്ടും ധൈര്യപ്പെടുത്തി മടക്കി യഥാസ്ഥാനപ്പെടുത്തുന്നതിനായിട്ട് നമുക്ക് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം പ്രിയപ്പെട്ടവരെ, സ്തോത്രം ചെയ്യാം. ഞാൻ തള്ളിപ്പറഞ്ഞെന്ന് പറഞ്ഞ് എന്നെ നിത്യതയിലേക്ക് അഗ്നികുണ്ഡത്തിൽ തള്ളിയിടുകയല്ല, എന്നെ വീണ്ടും അവസരം തന്ന് എന്നെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നതിനാണ് എൻ്റെ കർത്താവ് എന്നുള്ള മറക്കരുത്. അപ്പോൾ അവിടെ വന്ന് ശിഷ്യന്മാരോട് വന്ന് വലിയ കാര്യമായിട്ട് ഈ പാവം സൗകര്യമാർ വന്ന് പറഞ്ഞു. അവിടെ ഇത് കേട്ട ഉടനെ നമ്മൾ വിചാരിക്കുന്ന ശിഷ്യന്മാർ ചാടി എഴുന്നേറ്റ് ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി എന്താ പറയുക, ഹല്ലേലൂയ കോറസ് പാടി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ല, അവരുടെ റെസ്പോൺസ് എന്തായിരുന്നു? ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി, അവരെ വിശ്വസിച്ചില്ല. മതി. ഇപ്പം മനസ്സിലായല്ലോ സൗകര്യമാരെ, നിങ്ങൾ എന്തൊക്കെ വന്ന് പറഞ്ഞാലും, നിങ്ങൾ കണ്ടത്, അനുഭവിച്ചത്, നിങ്ങളോട് കർത്താവ് ഞങ്ങളോട് പറയാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ വന്ന് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ എത്ര വന്ന് പറഞ്ഞാലും ഞങ്ങൾ ഈ ഭർത്താക്കന്മാർക്ക് ഞങ്ങളത് എന്തായിട്ട് തോന്നും? വെറും കഥ. ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്നറിയാമോ? ആൻഡ് ഇറ്റ് സൗണ്ടഡ് ലൈക്ക് നോൺസെൻസ് ടു ദം. ഇപ്പം മനസ്സിലായോ? നിങ്ങൾ ഈ ചെന്ന് പറയുന്ന കഥയൊക്കെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നോൺസെൻസ് ആയിട്ടാണ് തോന്നുന്നത്. അതിന് ഒരു കാരണം നമുക്ക് പറയുമ്പോൾ ഇതും കൂടെ പറയണമല്ലോ അല്ലേ? ഒരു കാരണം പോട്ടെ, ഇന്ന് ആ ഒരു നല്ല ഈസ്റ്ററിൻ്റെ ഒരു വൈബിലങ്ങ് പോവാം. നിങ്ങളുടെ നല്ല നടപ്പ് കണ്ടിട്ട് നിങ്ങളുടെ ഭർത്താക്കന്മാരും നിങ്ങളോട് ചേർന്ന് വഴുവാനിടയാവുമെന്നും കൂടെ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ കൂട്ടി പറഞ്ഞേക്കാം. ശരി, അപ്പോൾ ഇവിടെ അപ്പോസ്തലന്മാരോട് വന്ന് വലിയ കാര്യത്തിൽ ഇവർ വന്ന് സദ്വർത്തമാനം പറഞ്ഞു. ഗുഡ് ന്യൂസ്, ജീസസ് ഈസ് റിസൺ, ഈസ് നോട്ട് ദേർ. പക്ഷെ പ്രശ്നം, ഇത് കേട്ടിട്ട് ഇവർക്കൊന്നും തോന്നുന്നില്ല. അപ്പം അപ്പോസ്തലന്മാരുടെ ഇനിഷ്യൽ റെസ്പോൺസ് എന്തായിരുന്നു? ദേ ഡിഡ്ന്റ് ബിലീവ് ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ദേ ഡിഡ് നത്തിങ്. അവരവിടെ തന്നെ ഇരുന്നു. ഇന്നും വിശ്വസിച്ച സഹോദരിമാർ ആദ്യം വിശ്വസിച്ചു, അവരോടി ചെന്ന വാർത്ത പറഞ്ഞു. അപ്പോസ്തലന്മാരോ വിശ്വസിച്ചില്ല, നോൺസെൻസാണ്, കെട്ടുകഥയാണെന്ന് പറഞ്ഞു, എന്നിട്ട് ഒന്നും ചെയ്യാതെ അവിടെ ഇരുന്നു. പക്ഷേ അങ്ങനെ ഒന്നും ചെയ്യാതെ ഇരുന്നപ്പം അതിൽ ഒരാൾ, അതാണ് എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടം. ആരാണ്? പത്രോസ്. അയാൾ എന്ത് ചെയ്തു? എന്നാൽ പത്രോസ് എഴുന്നേറ്റ്. പത്രോസ് എഴുന്നേറ്റ്. അപ്പം ബാക്കിയുള്ള 10 ഈ ബാക്കിയുള്ള 10 പേരൊന്ന് കൈപൊക്കിക്കേ. ഇന്ന് സഭയ്ക്കകത്തിരിക്കുന്നതല്ല ഈ ബാക്കിയുള്ള 10 ഇത് വിശ്വസിക്കത്തുമില്ല, എഴുന്നേറ്റ് പോയി ഒന്നും ചെയ്യത്തില്ല.
പക്ഷേ പത്രോസിന് ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്തിനും എടുത്തൊരു ചാട്ടം ഉണ്ടായിരുന്നു. ഒരു ചാട്ടം ചാടി അവിടെ നിന്ന് എങ്ങോട്ട് പോയി എഴുന്നേറ്റ് കല്ലറയ്ക്കൽ ഓടിച്ചെന്ന്. അപ്പോൾ പുള്ളി ഓടി ഓട്ടം എന്നരച്ച് ഇവിടുന്ന് മലമുകൾ വരെ പുള്ളി ഓടി. എന്നിട്ട് അവിടെ ചെന്ന് കുനിഞ്ഞു നോക്കി. അവിടെ തുറന്നതിന് കിടക്കുക. അപ്പോഴും ചെന്ന് കുനിഞ്ഞു നോക്കി. തുണി മാത്രം കണ്ടു. മൂടിയിരുന്ന തുണി മാത്രം കണ്ടു. എന്താണ് പറഞ്ഞ പേര്? ശോശപ്പ അല്ലേ? ശോശപ്പ അവിടെ കിടപ്പുണ്ട്, ആളില്ല. അത് അടുത്തത് സംഭവിച്ചത് എന്തെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോന്നു. അത്രയേ ഉള്ളൂ. കണ്ടു, ബോധ്യപ്പെട്ടു, മിണ്ടാതിങ്ങ് വന്നു. എങ്കിൽ ഈ പത്രോസ് എന്താ ചെയ്യേണ്ടേ? ഇയാൾ അവിടെ നിന്നോണ്ട് വിളിക്കണ്ടേ? ഹലോ യോഹന്നാനെ, യാക്കോബേ, എടേ ഉള്ളത് തന്നെ. അവർ പറഞ്ഞത് സത്യം. ദാണ്ട് ഞാൻ ഇവിടെ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഇവിടുന്ന് ലൈവ് ടെലികാസ്റ്റാണ് ഇവിടെ നിന്ന്. ഞാൻ വീഡിയോ നിന്നിട്ടേ കാണിക്കാം. ദാണ്ട തുണി കിടക്കുന്നുണ്ടോ? കണ്ടോ, ഇവിടെ ഒന്നും ഇല്ല. ഇതല്ലേ പത്രോസ് ചെയ്യേണ്ടത്? പത്രോസ് എന്ത് ചെയ്തു? ആശ്ചര്യപ്പെട്ടു. പക്ഷെ എന്ത് ചെയ്തു? അത്രയേ ഉള്ളൂ. ആ കൂട്ടത്തിൽ ഒരാൾക്കാണെന്ന് പോയി നോക്കാൻ തോന്നിയത്. പക്ഷെ ആ നോക്കിയ ആൾ എന്ത് ചെയ്തു? എന്ത് ക്ലിയറാന്ന് നോക്കി. യേശു ഉയർത്തു എന്നൊക്കെ നമ്മൾ വലിയ ആവേശത്തിൽ ഇവിടെ പറയുമ്പോഴും അതിനോടുള്ള പ്രതികരണം കണ്ടോ? ആ സ്ത്രീകളുടെ പ്രതികരണം കണ്ടോ? ആ അപ്പോസ്തലന്മാരുടെ മൊത്തത്തിലുള്ള പ്രതികരണം കണ്ടോ? അതിൽ തന്നെ പത്രോസിൻ്റെ പ്രതികരണം കണ്ടോ? ഇതൊക്കെയാണ് റിയാലിറ്റി. ഇതന്ന് റിയാലിറ്റി ആണെങ്കിൽ ഇന്നും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇടയിൽ റിയാലിറ്റി അല്ലേ? ചിലർ താല്പര്യത്തോടെ വെളുപ്പിന് പോയി അവിടെ കാത്തു നിൽക്കുന്നു. പക്ഷെ അവർ കാത്തു നിൽക്കുന്നത് ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിച്ചുകൊണ്ടാണ് കാത്തിരിക്കുന്നത്. പക്ഷെ അവരുടെ ആത്മാർത്ഥത നോക്കണം. എവിടാന്ന് പറഞ്ഞാൽ ഞാൻ പോയി എടുത്തുകൊണ്ട് പോയിക്കോളാം എന്ന് പറയുന്ന ആത്മാർത്ഥതയുണ്ട്. അപ്പം നമുക്ക് അത്തും കുറ്റം പറയാൻ വയ്യ അല്ലേ? ഷി വാസ് റിയൽ. കാരണം അത്രയ്ക്ക് സ്നേഹമാണ്. പക്ഷെ അത്രയ്ക്ക് സ്നേഹമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നും ആലോചിച്ച് നോക്കിയേ, അത്രയ്ക്ക് സ്നേഹമുള്ള എത്രയോ ക്രിസ്ത്യാനികൾ ഇന്ന് ഭൂമിയിലുണ്ട്. 2 ദിവസം മുമ്പ് കണ്ടോ? ഭാരമുള്ള കുരിശും വഹിച്ചുകൊണ്ട് പോകുന്നവരെ കണ്ടോ അല്ലേ? അവരെന്താ? അവർക്കെന്തോ പ്രാന്തുണ്ടോ? ഒന്നുമല്ല. അവരാത്മാർത്ഥമായിട്ട് യേശുവിനെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങനെ തന്നെ പറയും. ദേ ലവ് ജീസസ് ദാറ്റ് മച്ച്. അതുകൊണ്ടാണ് അവർ ആ ദിവസം, ആ ദുഃഖവെള്ളിയാഴ്ച, ആ കുരിശിൻ്റെ വഴിയെന്ന് പറഞ്ഞ് അവരാ കുരിശ് എടുത്തുകൊണ്ട് ആ മല കയറിപ്പോകുന്നത്. അവരെ കുറ്റം പറയരുത്, അവരെ കളിയാക്കരുത്. അവർ യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് പോകുന്നത്. വെളുപ്പിന് ഞാനും നിങ്ങളും കിടന്ന് പോത്ത് പോലെ ഉറങ്ങുമ്പം 5 മണിക്ക് നിങ്ങൾക്കറിയാമോ, ആ തീരപ്രദേശത്തോടെ നിങ്ങൾ വണ്ടി ഓടിക്കുക. ആ വെട്ടുകാട്, ചെറിയ തുറ, വലിയ തുറ, അങ്ങോട്ട് പോവുകയാണെങ്കിൽ അങ്ങോട്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ട് വേളി ഇങ്ങോട്ട് വന്ന് അവിടെയുള്ള സകല കത്തോലിക്ക പള്ളികളിലും വെളുപ്പിന് ഇരുട്ടുള്ളപ്പോൾ എത്ര സ്ത്രീകളാണ് അവർ തലയിൽ തുണിയിട്ട് കൊന്തയെടുത്തുകൊണ്ട് അവർ വെളുപ്പിന് 5 മണിക്കുള്ള മാസിന് പോകുന്നത്. അത് മഴയാണെങ്കിലും ചാറ്റമഴയാണെങ്കിലും ഈ പറഞ്ഞ ചൂടാണെങ്കിലും അവിടെ വെട്ടമില്ലെങ്കിലും കറണ്ട് ഇല്ലെങ്കിലും അവർ 5 മണിക്ക് എഴുന്നേറ്റ് 5 മണിക്കുള്ള മാസിന് അവിടെ പള്ളിയിൽ പോയിരിക്കും. അവരെന്തുകൊണ്ടാണ് പോകുന്നത്? ഞാൻ കണ്ണീരോടെ പറയും, എന്തുകൊണ്ടാണ് അവർ പോകുന്നത്? അവർക്ക് അത്രയ്ക്ക് സ്നേഹമുണ്ട്. ഈശോയെ അത്രയ്ക്ക് അവർ സ്നേഹിക്കുന്നു പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് തന്നെ അവർ പോകുന്നത്. ശരിയല്ലേ? 5 മണിക്ക് നിങ്ങളുടെ സർവീസ് വെച്ച് ഇവിടെ വരുമോ? ആരെങ്കിലും വരുമോ? ഇവിടെ ഏർലി മോർണിംഗ് സർവീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ വരുമോ? നിങ്ങൾ വരത്തില്ല. ഇതുപോലെ ലോകമെമ്പാടും കോടിക്കണക്കിന് ക്രിസ്ത്യാനികൾ ഈ പറഞ്ഞ പോലെ ആത്മാർത്ഥമായി യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്. അവരന്വേഷിച്ച് പോകുന്നുണ്ട്. പക്ഷെ ഒറ്റ പ്രശ്നം, ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ തിരയുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അവർ ജീവനുള്ളവനെ കണ്ടുമുട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ ഒരു കാരണം, അവനെ കണ്ടുമുട്ടിയ നമ്മൾ അവരോട് പോയി സത്യം പറഞ്ഞിട്ടില്ല. 1. 2, അവർ നമ്മളിലൊരു സാക്ഷ്യം, അതായത് അവനെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ജീവിതമല്ല നമ്മളിൽ അവർ കണ്ടത്. നമ്മുടെ ജീവിതം കണ്ടിട്ട് they were not excited, they were not challenged to live a life like that. നമ്മളെ കണ്ടിട്ട് നമ്മളൊരു വെല്ലുവിളിയായിട്ട് അവരുടെ മുമ്പിൽ നമ്മൾ ജീവിച്ചില്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് ഈ ഉയർപ്പ് ദിവസം നമുക്കൊരു സമർപ്പണം നമുക്ക് ചെയ്യാം. കർത്താവേ, ഞാൻ അങ്ങേ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ അങ്ങയുടെ സാക്ഷിയായി അങ്ങ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ള ആ ഒരു വലിയ വർത്തമാനം, ആ വലിയ വിവരം ഞാൻ പോയി സകലരോടും പോയി പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ഞാൻ ചെയ്യുന്നില്ലപ്പാ, എന്നോട് ക്ഷമിക്കണമേ എന്ന് നിങ്ങൾ പറയണം. പത്രോസ് പോയി നേരിട്ട് പോയി കണ്ടു, ബോധ്യപ്പെട്ടു. പക്ഷേ ഇവിടുത്തെ ഒരു ചെറിയ വിഷയം, ഇന്ന് എനിക്കറിയാം
ഒത്തിരി പേര് നല്ല മനുഷ്യരാണ്, അവർ വളരെ ലോ പ്രകാരം ജ്ഞാനികളാണ്, അവർ പക്ഷേ ചിലത് വിശ്വസിക്കുന്നില്ല. എന്നോട് പലരും പറയാറുണ്ട്, ബ്രദർ ഞങ്ങളുടെ ഒരു ബ്രദറുണ്ട് കേട്ടോ, പുള്ളി വലിയ PhD കാരനാണ്, പുള്ളി പണ്ട് അച്ഛനാവാൻ സെമിനാരി പഠിച്ച ആളുവാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇപ്പം എന്താ പ്രശ്നം? ഇപ്പം പുള്ളി ഇങ്ങ് പഠിച്ച് വലിയ ആളായിട്ട് ഇപ്പം പറയുക ഇതൊക്കെ വെറും കഥയാണ്, ഈ യേശു ഒന്നും അങ്ങനൊന്നും ഉയർത്തെഴുന്നേറ്റിട്ടില്ല, ഈ യേശു ഒന്നും ഇനി വരാൻ പോകുന്നില്ല, ഈ യേശു ഒന്നും ദൈവമല്ല, ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ ഇദ്ദേഹം വലിയ ആളാണ്, നല്ല അറിവുള്ള ആളാണ് എന്ന് പറയുന്ന ചില വലിയ ബുദ്ധിമാന്മാരുടെ കാര്യം പറയുന്നുണ്ട്. വേറെ ചിലർ പറയാറുണ്ട്, എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ നല്ലൊരു മനുഷ്യനായിരുന്നു, ഞങ്ങളെയൊക്കെ പണ്ട് പള്ളി കൊണ്ടുപോകുന്ന ആളാണ്, ഇപ്പം പള്ളി വരുന്നില്ല കുറേ ആൾ, എന്തു പറ്റി? പുള്ളി പറഞ്ഞു ഇതിലൊന്നും ഇപ്പം വിശ്വാസമില്ല. വേറെ ചില മാതാപിതാക്കൾ എന്നോട് പറയുന്നു, എൻ്റെ മക്കളിപ്പോൾ ഈയിടെയായിട്ട് പഠനത്തിനായിട്ട് വേറൊരു സിറ്റി പോയപ്പോൾ, വേറൊരു രാജ്യത്ത് പോയപ്പം അവിടെ ഹോസ്റ്റലിലെ കുറേ കുട്ടികളെല്ലാം കൂടെ ഇപ്പം കൂട്ടായപ്പോൾ ഇവരുമൊക്കെ വൈകിട്ടിരുന്ന് ഭയങ്കര ഡിബേറ്റും ഡിസ്കഷനുമാണ്. അപ്പോൾ ഡിബേറ്റും ഡിസ്കഷനും കഴിഞ്ഞപ്പം ഇപ്പം ദൈവത്തിനെതിരായിട്ടാണ് ഇപ്പം എൻ്റെ മോനും മോളും സംസാരിക്കുന്നത്. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എവിടേക്കോ റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്, ശരിയല്ലേ? ഇവിടെയൊക്കെ നമ്മൾ ഓർക്കേണ്ടത്, പത്രോസിനെ പോലെ ഒന്ന് പോയി നോക്കിയാൽ ബോധ്യപ്പെടാവുന്നേ ഉള്ളൂ. ഇനി എല്ലാവരും എഴുന്നേറ്റ് ഓടി കല്ലറ പോയി നോക്കത്തില്ല. ഹെൽപ്പ് ദം ടു സീ ജീസസ്. എങ്ങനെയെങ്കിലും യേശുവിനെ ഒന്ന് അവർക്ക് കണ്ട് ബോധ്യപ്പെടാനൊരു അവസരം കൊടുക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും, ചിലർ പറയാറുണ്ട്, ഞങ്ങളുടെ പള്ളിയിലൊന്നും വന്ന് ഞങ്ങളുടെ പാസ്റ്ററിൻ്റെ പ്രസംഗം കേട്ടിരുന്നെങ്കിൽ എൻ്റെ കെട്ടിയവൻ രക്ഷിക്കപ്പെട്ടേനെ. പാസ്റ്ററിൻ്റെ പ്രസംഗം കേട്ടാലൊന്നും കെട്ടിയവൻ രക്ഷിക്കപ്പെടത്തില്ല എന്നേ. അതൊക്കെ ചുമ്മാതാ. ഒന്നാമത് ഈ ഹൃദയക്കണ്ണ് പ്രകാശിക്കണം. അത് ഈ പറഞ്ഞ കുരുടാക്കി വെച്ചിരിക്കുന്ന ഒരു പിശാചുണ്ട് അല്ലേ? അപ്പോൾ അതൊരു സ്പിരിച്വൽ ആക്റ്റാണ്. ആദ്യം നിങ്ങൾ പ്രാർത്ഥിച്ച് ഈ കണ്ണ് തുറന്ന് ഈ പറഞ്ഞ അവർ യേശുവിനെ കാണാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതൊന്ന്. അതേസമയം നിങ്ങളുടെ നല്ല നടപ്പും നിങ്ങളുടെ ജീവിതവും സാക്ഷ്യവും, അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അവരെ ഒന്ന് ചിലപ്പോൾ അവർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയ, യേശുവിൻ്റെ പുനരുത്ഥാനത്തെ പറ്റിയോ അല്ലെങ്കിൽ യേശുവിൻ്റെ ഈ ജഡാവതാരത്തെ പറ്റിയോ അല്ലെങ്കിൽ യേശു ദൈവത്തിനാണെന്നുള്ളതിനെ കുറിച്ചോ എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി അവരെ ഒന്ന് സഹായിക്കുക. എങ്ങനെ? നിങ്ങൾ ചെന്ന് അങ്ങ് പ്രസംഗിച്ചു കൊടുക്കരുത്. റെഫർ ടു ദം സം ബുക്സ്. ചില പുസ്തകങ്ങൾ അവരോട് വായിക്കാൻ പറ, അല്ലെങ്കിൽ ചില സൈറ്റുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊന്ന് തുറന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒത്തിരി ചിലപ്പം നിങ്ങൾക്ക് അവരെ ഒന്ന് സഹായിക്കാൻ പറ്റും. ഞാൻ രാവിലത്തെ സർവീസിൽ പറഞ്ഞു, ദർ ആർ സം ബ്യൂട്ടിഫുൾ ബുക്സ്. ഹൂ മൂവ് ദ സ്റ്റോൺ? ആരാണ് കല്ലുരുട്ടി മാറ്റിയത് എന്നൊരു വളരെ പ്രസിദ്ധമായൊരു ബുക്കുണ്ട്. ഓക്കെ, ജോഷ് മക്ഡൗളിൻ്റെ ഒരു ബുക്ക്. അടുത്തത് മോർ ദാൻ എ കാർപ്പൻറ്റർ, അത് വേറൊരു വളരെ മനോഹരമായൊരു ബുക്കാണ്. ദ കേസ് ഫോർ ക്രൈസ്റ്റ്, അത് വേറൊരു നല്ല ബുക്കാണ്. ടിം കെല്ലറിൻ്റെ ഒരു നല്ല ബുക്കുണ്ട്, ദ റീസൺ ഫോർ ഗോഡ്. രാവിലെ ഞാൻ പറഞ്ഞപ്പോൾ ഈ 4 ബുക്കിൻ്റെയും പേര് എന്നോട് പലരും ചോദിച്ചു, ഞാനത് ഗ്രൂപ്പിലിടാം. ഓക്കെ, ഇങ്ങനെയുള്ള ചില നല്ല ബുക്സാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് ഇങ്ങനെയുള്ള ആരെങ്കിലും സംശയത്തോടെ ഇരിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് വിശ്വാസത്തിൽ വന്നില്ലെങ്കിൽ ഈ ബുക്കുകളൊന്ന് ആമസോണിലെങ്ങാനും അവരൊന്ന് ഓർഡർ ചെയ്ത് അവർക്ക് ഗിഫ്റ്റ് ചെയ്യും. അവരുടെ അഡ്രസ്സിൽ ചെല്ലട്ടെ ബുക്ക്. ഐ എം സെൻഡിങ് യു എ സ്മോൾ ഗിഫ്റ്റ്. ഓക്കെ, ഇഫ് യു റിയലി ലവ് മീ പ്ലീസ് റിസീവ് ദാറ്റ് ബുക്ക് ആൻഡ് റീഡ് ഇറ്റ്. ഓക്കെ, ഐ എം പ്രേയിങ് ഫോർ യു. എന്തെങ്കിലും ഒന്ന് ചെയ്യ്, അല്ലേ? ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യ്. നിങ്ങൾ ട്രാക്റ്റ് കൊണ്ട് കൊടുക്കത്തില്ല, ഉറപ്പാണ്. ഇനി ട്രാക്റ്റ് കൊണ്ട് കൊടുത്താൽ ചിലപ്പോൾ അവർ രക്ഷിക്കപ്പെടത്തില്ല. അവരുടെ പ്രശ്നം യേശു ഉണ്ടോ ഇല്ലയോ എന്നല്ല പ്രശ്നം, അവർക്ക് എവിടേക്കോ ചില സംശയങ്ങളുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്യാൻ അവരെ സഹായിക്കുക. ഞാനീ പറഞ്ഞ 4 ബുക്കിൻ്റെ പേരിൽ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ എന്താ യൂട്യൂബിലാണെങ്കിലും എൻ്റെ താഴെ നിന്ന് ഇടാൻ നോക്കാം. സോ ദാറ്റ് യു ക്യാൻ റെഫർ ടു സച്ച് ബുക്സ് ഓർ റെഫർ ദീസ് ബുക്സ് ടു സമ്മൺ, അല്ലേ? അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താട്ട്. അപ്പം ഇന്ന് രാവിലെ കാലം, ഇഫ് യു ആർ നോട്ട് യെറ്റ് റെഡി ടു ബിലീവ് ദിസ്, ഓർ ആർ യു ഓൾ ഇതിനെ അങ്ങ് തള്ളിക്കളയാൻ പോവുകയാണ് നോൺസെൻസ് എന്ന് പറഞ്ഞ്, അതോ ഞാനൊന്ന് പോയി ഒന്ന് തിരക്കി നോക്കാൻ പോവാം, ഞാനൊന്ന് പഠിച്ചു നോക്കാൻ പോവാം, ഞാനൊന്ന് വായിച്ചു നോക്കാൻ പോവാം, ഞാനിതിനെപ്പറ്റി കുറച്ച് റിസർച്ച് നടത്താൻ പോവാം. ഓക്കെ, ഗുഡ്. എൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ മാത്രമല്ല ഇപ്പോൾ എന്നെ കേൾക്കുന്നതെന്ന് എനിക്കറിയാം. വേറെ അനേകർ പലയിടത്തിരുന്ന് കേൾക്കുന്നുണ്ട്, ഇനി ഇത് കേൾക്കും. അവരോടും കൂടെ ഞാൻ പറയുക, ഇതുവരെ നിങ്ങൾക്ക് യേശുവിൽ അങ്ങോട്ട് വിശ്വാസം വന്നില്ലെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വിശ്വാസം വരണമേ എന്ന്. പക്ഷേ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രാർത്ഥന മാത്രം പോരാ. ഇഫ് യു ആർ ട്രൂലി സിൻസിയർ ഇൻ യുവർ ഹാർട്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ ആത്മാർത്ഥമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളിതിനെപ്പറ്റി ഒന്ന് പഠിക്കാനും ഒന്ന് ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ കർത്താവ് വിശ്വസ്തന തന്നെ വെളിപ്പെടുത്തി തരിക തന്നെ ചെയ്യും. ഇനി ഒരു കാര്യം കൂടെ ഓർത്തോണം, കർത്താവ് തന്നെ ഒരാൾക്ക് വെളിപ്പെടുത്തി കൊടുക്കാത്തടത്തോളം കാലം അയാൾക്ക്
കർത്താവിനെ കാണാൻ പറ്റത്തില്ല. അങ്ങനൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ എത്രയൊക്കെ നിങ്ങൾ കൊണ്ട് വെളിപ്പെടുത്താൻ നോക്കിയാലും കർത്താവ് തന്നെ അൺലെസ് ആൻഡ് അണ്ടിൽ ഹീ റിവീൽസ് ഹിംസെൽഫ്, അതിന് വേറൊരു വാക്ക് പറയാം, അൺലെസ് ദ പേഴ്സൺ ഗെറ്റ്സ് എ റെവലേഷൻ ഓഫ് ക്രൈസ്റ്റ് ഹി കനോട്ട് ബിലീവ് ഇൻ ക്രൈസ്റ്റ്. അതാണ് വിഷയം അല്ലേ? ക്രിസ്തുവിനെക്കുറിച്ച് ഒരു വെളിപ്പാട് കിട്ടിയെങ്കിലേ ക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് ഒരാൾ വിശ്വസിച്ച് പിൻപറ്റത്തുള്ളൂ പ്രിയപ്പെട്ടവരെ. അല്ലാത്തത് വെറും മതമാണ്. എന്താണ് വെറും ക്രിസ്തീയ മതം? ക്രിസ്തു വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല. ക്രിസ്തു വന്നത് ഒരു മാർഗം, അത് കാണിച്ചു തരാനല്ല. ഐ ആം ദ വേ എന്നാണ് പറഞ്ഞത്. ഞാനാണ് ആ മാർഗം, എന്നിലൂടെ മാത്രമേ വരാൻ പറ്റൂ. ഇതാണ് ക്രിസ്തു പറഞ്ഞത്. അപ്പം ആ ഒരു വെളിപ്പാട് എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്നല്ലാതെ വേറൊന്നുമില്ല. എൻ്റെ വാക്ക് ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. 40 ദിവസം കൂടി ഭൂമിയിൽ കർത്താവ് ഉണ്ടായിരുന്നു ഉയർത്ത ശേഷം. ആ 40 ദിവസവും അവർക്കൊരു ഒരു ക്രാഷ് കോഴ്സ് എടുത്തു കൊടുത്തു. എന്തൊക്കെയായിരുന്നു ആ ക്രാഷ് കോഴ്സ് എന്നറിയാമോ? 40 ദിവസം എല്ലാവർക്കും കൊടുത്തില്ല, ശിഷ്യന്മാർക്ക് മാത്രമേ ഉള്ളൂ. എന്താണ്? he was giving instructions about the kingdom of God. എന്താണ്? ദൈവരാജ്യത്തെ പറ്റി അവരോട് സംസാരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെയാണ് ഞാനൊരു ചെറിയൊരു കാര്യം ഒന്ന് പറയാൻ പോവാം. ഗോസ്പൽ ഓഫ് ദ കിങ്ഡം എന്താണ്? രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികളോടും അറിയിക്കണം. ഈ രാജ്യത്തിൻ്റെ സുവിശേഷം എല്ലാവരും കേട്ട് കഴിയുമ്പോൾ അവസാനം വരും. അപ്പോൾ എന്താണ് ഈ രാജ്യത്തിൻ്റെ സുവിശേഷം? വാട്ട് ഈസ് ദ ഗോസ്പൽ ഓഫ് ദ കിങ്ഡം? ഗോസ്പൽ ഓഫ് ഹെവൻ നമ്മൾ ആദ്യം വായിച്ചു, സ്വർഗത്തിൻ്റെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഗോസ്പൽ ഓഫ് ദ കിങ്ഡം അല്ലെങ്കിൽ കിങ്ഡം ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓർക്കണം, ഇറ്റ് ഈസ് വെൻ ഗോഡ് റൂൾസ് ആസ് കിങ് ഇൻ എവറി ഏരിയ ഓഫ് സൊസൈറ്റി. സമൂഹത്തിൻ്റെ സകല മേഖലകളിലും ദൈവം ഭരിക്കുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ അതാണ് ആ കിങ്ഡം ഗോസ്പൽ എന്ന് പറയുന്നത് അല്ലേ? ഇവിടെയാണ് ശരിക്കും ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതി അതായിരുന്നു. ദൈവം തന്നെ നടത്തുന്ന ഒരു ജാതി. പക്ഷേ ആ ജാതിക്കൊരു പ്രശ്നമുണ്ട്, അവർക്ക് ദൈവത്തെ വേണ്ട, അവർക്കൊരു രാജാവിനെ വേണം. അതെവിടെ നിന്ന് പഠിച്ചു? ഈ രാജാവ് ചുറ്റുമുള്ള ജാതികൾക്ക് രാജാവുണ്ട്. അപ്പോഴാണ് അവർ ശമൂവേലിനോട് പറഞ്ഞ്, അതുകൊണ്ട് അവർക്കൊക്കെ രാജാവുണ്ട്, ഞങ്ങൾക്ക് എന്താ രാജാവില്ല, അതൊരു രാജാവിനെ വാഴിച്ചുക. അപ്പം ശമൂവേലിന് സങ്കടമായി, ദൈവത്തോട് എന്ന് പറഞ്ഞു, ദൈവമേ അവർക്ക് രാജാവിനെ വേണമെന്ന്. സത്യം ദൈവത്തിൻ്റെ ചങ്ക് തകർന്നുപോയി. കാര്യം ഞാനവർക്ക് ദൈവമായി അവരുടെ സകല കാര്യത്തിന് ഞാനുള്ളപ്പം അവർക്കിനി ഒരു രാജാവിനെ വേണോ? പക്ഷെ ദൈവം ഒന്നും മിണ്ടിയില്ല. ആയിക്കോട്ടെ, ഒരു രാജാവിനെ കൊടുക്ക്. അങ്ങനെയാണ് ഈ രാജാഭരണം വന്നതെന്ന് ഓർക്കണം നമ്മുടെ ഇടയിൽ അല്ലേ? ഇന്നത്തെ പ്രശ്നം 2000 കൊല്ലം മുമ്പ് പെന്തക്കോസ്ത് നാളിൽ ഈ സംഭവമൊക്കെ കഴിഞ്ഞ് 50 ദിവസമായപ്പം പരിശുദ്ധാത്മാവിനെ യേശു അയച്ചു കൊടുത്തു. പിതാവിനോട് ചോദിച്ച് പരിശുദ്ധാത്മാവിനാൽ ആ 120 പേര് നിറഞ്ഞപ്പം പിന്നെ അവിടെ ഉണ്ടായത് ഇറ്റ് വാസ് എ ബേഴ്സ്റ്റ്. ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഒരു പൊട്ടിത്തെറിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അവിടെ നിന്ന് സകല ജാതികളിലേക്കും സകല ദേശത്തേക്കും അല്ലേ ഈ സാക്ഷ്യം പോയി, അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ ഈ സുവിശേഷം പോയി. അന്നത് ആ റോമയിൽ തന്നെ, അന്ന് ഭരണത്തിലിരുന്ന റോമാക്കാരാണ് നന്നായി. കാരണം അവർ റോഡ് പണിഞ്ഞു വെച്ചിരുന്നു, അവർ തുറമുഖങ്ങൾ പണിഞ്ഞു വെച്ചിരുന്നു, അവർ ഭാഷ ഒന്നാക്കി വെച്ചിരുന്നു, അവർ പല കാര്യങ്ങളും ഇറ്റ് വാസ് സോ കൺവീനിയൻറ്റ് ടു ദ ഗോസ്പൽ ടു ഗോ അല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, അന്ന് റോമാക്കാർ റോഡ് വെട്ടി വെച്ചിരുന്നു, അന്ന് അവർ ഭാഷ ഒന്നാക്കി വെച്ചിരുന്നു, അവർ പല പല കാര്യങ്ങൾ എളുപ്പമാക്കി വെച്ചിരുന്നു. ഇന്ന് അതിനെക്കാട്ടിലും 1000-10,000 ഇരട്ടി സൗകര്യങ്ങൾ ഇന്ന് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഇന്ന് നിങ്ങൾക്കൊരു സുവിശേഷം പറയണമെങ്കിൽ അത് നിങ്ങളിവിടെ പറയുന്ന നിമിഷം ലോകമെമ്പാടും കേൾപ്പിക്കാനുള്ള മാധ്യമങ്ങൾ ഇന്ന് ഉണ്ട്. എൻ്റെ ചോദ്യം, ഇതൊന്നുമില്ലാതിരുന്ന കാലത്ത് സുവിശേഷം അന്നത്തെ ലോകം മുഴുവൻ പരന്നു അല്ലേ? ആ അപ്പോസ്തലന്മാരാൽ അവരെ കഴിയുന്ന പോലെ അവരെല്ലായിടും എത്തിച്ചു അല്ലേ? അവരൊരു പട്ടണത്തിൽ ചെന്നാൽ ആ പട്ടണം മുഴുവൻ സുവിശേഷം ഒരു വട്ടമെങ്കിലും കേൾക്കും. ഇന്ന് ഇത്രയും സൗകര്യങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടും ഈ സുവിശേഷം അറിയാത്തവർ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്, നമ്മുടെ അയൽവക്കത്തുണ്ട്, നമ്മുടെ സ്നേഹിതരിലുണ്ട്, നമ്മൾ താമസിക്കുന്ന ആ തെരുവിലുമുണ്ട്, നമ്മൾ താമസിക്കുന്ന കെട്ടിടത്തിലുമുണ്ട്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുമുണ്ട്. എൻ്റെ ചോദ്യം, വാട്ട് ഹാപ്പൻ, വാട്ട് വെൻ റോങ്? എവിടെ നമുക്ക് തെറ്റുപറ്റി പ്രിയപ്പെട്ടവരെ? വിശ്വസിക്കുന്ന നമ്മൾ പോയി ഷെയർ ചെയ്തില്ല. ഇന്ന് ഈ ഉയർപ്പ് പ്രഭാതത്തിൽ നമുക്കൊരു തീരുമാനം നമുക്കെടുക്കാമോ? കർത്താവേ, എനിക്ക് വിശ്വസിക്കാനുള്ള ഭാഗ്യം നീ തന്നു, സ്തോത്രം. പക്ഷേ അത് വലിയ ഭാഗ്യമാണെങ്കിൽ
ആ വിശ്വസിക്കുന്ന യേശുവിനെ ഒന്നുപോയി മറ്റുള്ളവർ കൂടെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്കൊന്ന് സമർപ്പിക്കാമോ പ്രിയപ്പെട്ടവരെ? സമർപ്പിക്കാമോ? അല്ലേ? അന്ന് ആ ഇസ്രായേലിൽ നിന്ന് അല്ലെങ്കിൽ ആ യെരുശലേമിൽ നിന്ന് ഈ പറഞ്ഞ സുവിശേഷം ഇങ്ങനെ പരന്നങ്ങ് പോയി. പൗലോസിലൂടെ അത് ജാതികളിലേക്ക് അങ്ങ് പോയി. പത്രോസിനെ ഈ പറഞ്ഞ ജാതികളിലേക്ക് വിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. അന്ന് പത്രോസ് പിന്നെ ടർക്കി ചെന്നു, അപ്പോഴത്തേക്ക് ആസിയയിൽ കയറരുതെന്ന് പറഞ്ഞു. പിന്നീട് ഈ പറഞ്ഞ പോലെ മാസിഡോണിയൻ വിളി വന്നപ്പോഴത്തേക്ക് അങ്ങോട്ട് പോയി, യൂറോപ്പിൽ പോയി. അങ്ങനെ യൂറോപ്പ് നമുക്കറിയാം എന്തുമാത്രം സുവിശേഷത്തിൻ്റെ ഒരു ഹബ്ബായിട്ട് മാറി. പിന്നീട് അമേരിക്കയിലേക്ക് പോയി. ആ അമേരിക്ക ഒരു വലിയ ഹബ്ബായിട്ട് മാറി. ലോകത്ത് അനേക രാഷ്ട്രങ്ങളിലേക്ക് മിഷണറിമാരെ അയക്കുവാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞു. ഇന്ന് അമേരിക്കയുടെ യൂറോപ്പിൻ്റെ അവസ്ഥ നമുക്കറിയാം. പക്ഷേ അന്ന് ഫ്രം ദ വെസ്റ്റ് ദ ഗോസ്പൽ വെൻ ടു ദ റെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും പറയട്ടെ, നൗ ഫ്രം ദ റെസ്റ്റ് ദ ഗോസ്പൽ ഹാസ് ടു ഗോ ബാക്ക് ടു ദ വെസ്റ്റ്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഒരു റൗണ്ട് കറങ്ങി ചൈനയിൽ വന്നപ്പോൾ ചൈനയിൽ കാണുന്ന ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളെന്നുള്ള കാര്യം മറക്കരുത്. അത് കഴിഞ്ഞാലായിരുന്നു നമ്മൾ ഇന്ത്യ. പക്ഷേ ഇന്ന് ഇന്ത്യയാണ് ജനസംഖ്യയിൽ ഒന്നാമതിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കുക ഒരു നിമിഷം. ശരിക്കും പറഞ്ഞാൽ the gospel of the kingdom shall be preached to the ends of the world and then the end will come. അപ്പോൾ അവസാനം വരും. എപ്പോൾ? ഈ രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. നിങ്ങൾ ഒത്തിരി പേര് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് യെരുശലേമിൽ യഹൂദൻ ആലയം പണിയും, അപ്പോൾ അവസാനം വരും. നമ്മുടെ കണ്ണെല്ലാം ഇസ്രായേലിലോട്ടാണ്. അതായി നമ്മുടെ പ്രശ്നം. ഇസ്രായേലിൽ ഒത്തിരി കാര്യങ്ങൾ നടക്കും. ഞാനിവിടെ ഒരു ഇസ്രായേലിനെ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല, കാരണം ഞാൻ ഇസ്രായേൽ അംബാസഡർ അല്ല. അതുകൊണ്ടാണ് അല്ലേ, ഞാൻ പുതിയ നിയമ ഇസ്രായേലാണ്. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴത്തെ ഇസ്രായേലോട്ട് വലിയ ബന്ധമില്ല. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞല്ലോ ഞാൻ കാണുന്നുണ്ട്, ശ്രദ്ധിക്കും. ഞാൻ പൊട്ടണമെന്നുമല്ല, ഞാനെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇനി കൂട്ടത്തിൽ പറഞ്ഞ് നിങ്ങൾക്ക് സന്തോഷം വന്നോട്ടെ. ഇത്രയും നേരം ഞാൻ ഈ പറഞ്ഞേക്കാം, നിങ്ങൾ കേട്ട് വരണ്ടിരിക്കുക. നിങ്ങൾക്ക് സന്തോഷം വരുന്നൊരു കാര്യം കൂടെ കൂട്ടത്തിൽ പറഞ്ഞേക്കാം. മിനിഞ്ഞാന്ന് ദുഃഖവെള്ളിയാഴ്ച അൽ-അക്സ എന്നൊരു സ്ഥലം കേട്ടിട്ടുണ്ടോ? യെരുശലേമിൽ. അത് ശരിക്കും പറഞ്ഞാൽ ടെമ്പിൾ മൗണ്ടാണ് അല്ലേ? അവിടെയാണ് ആലയം ഇരുന്നത്. അവിടേക്ക് ഇസ്രായേലി പോലീസ് ഒരു 150 യഹൂദന്മാരെ കയറ്റി വിട്ടിട്ടുണ്ട്. പോയി എല്ലാം കണ്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാൻ. അവരതിലേക്ക് നടന്ന് മിനിഞ്ഞാന്ന് തൊട്ടേ അവിടെയൊക്കെ നടന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ അത് ലോകം മൊത്തം ഞെട്ടിയിരിക്കുക. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ആഫ്റ്റർ ലോങ് ഇയേഴ്സ് ദി ജൂയിഷ് പീപ്പിൾ ആർ എൻ്ററിങ് ദാറ്റ് പ്രമിസസ് ആൻഡ് അവർ പ്രാർത്ഥിക്കുകയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ശരിയായി, ഒരു സ്റ്റേജൊക്കെ സെറ്റായി വരുന്നുണ്ട്. പക്ഷെ നമ്മൾ അതും നോക്കിയിരിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. എന്നോട് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അത് ദൈവം നോക്കിക്കോളും. കാര്യം ദൈവത്തിൻ്റെ സ്വന്തം ജനമായി ഇസ്രായേൽ ജനം. പക്ഷേ ഒരു സമയത്തേക്ക് ജാതികളായ നമ്മൾ ഈ പറഞ്ഞാൽ ഉള്ളിൽ വരാൻ വേണ്ടി അവർക്കൊരു കാഠിന്യം ഭവിച്ച് അവരിങ്ങനെ മന്ദമായിട്ടിരിക്കുക ഇസ്രായേൽ. പക്ഷേ ഈ ജാതികളുടെ എണ്ണം തികഞ്ഞു കഴിയുമ്പം എന്തു ചെയ്യും? അവരുടെ കണ്ണ് തുറന്ന് കുത്തിയെങ്കിലേക്ക് നോക്കും, അവർ രക്ഷിക്കപ്പെടും. അതിൻ്റെ അർത്ഥം അവർ നശിച്ചു പോകത്തൊന്നുമില്ല, അവർ രക്ഷിക്കപ്പെടുന്നൊരു ദിവസമുണ്ട്. പക്ഷെ അതിനു മുമ്പായിട്ട് ഇപ്പം ഈ പറഞ്ഞാൽ ബോൾ ഇസ് ഇൻ അവർ കോർട്ട്. എന്താണ്? ഇപ്പം പന്ത് നമ്മുടെ കോർട്ടിലാണ്, ജാതികളുടെ കോർട്ടിലാണ്. ഈ നമ്മൾ ഈ പറഞ്ഞ ഇത്രയും കോടി ജനങ്ങൾ ഈ ഭൂമിയിലുണ്ടെങ്കിൽ, അതും ഇന്ത്യ പോലത്തെ ഒരു മഹാരാജ്യത്ത് ഇവിടെ ഒരു ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടാൽ ഒരു സുനാമി പോലെ അതിൻ്റെ തിരകൾ എല്ലാ രാജ്യങ്ങളിലേക്കും അടിച്ചു കയറും. എത്ര പേര് വിശ്വസിക്കുന്നു? ഹൗ മെനി ഓഫ് യു ബിലീവ് ദാറ്റ് റൈറ്റ് നൗ ഏഷ്യ ഈസ് ഹാവിങ് എ മാസീവ് ട്രാൻസ്ഫോർമേഷൻ? നിങ്ങൾ അറിഞ്ഞോന്ന് എനിക്കറിയത്തില്ല. ഏഷ്യയിൽ ഒരു വലിയ ഒരു വിപ്ലവം, സുവിശേഷ വിപ്ലവം നടക്കുന്നുണ്ട്. അത് ചൈനയിൽ നടക്കുന്നു, ഇന്ത്യയിൽ നടക്കുന്നു, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ പലയിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം സംഭവിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. വാട്ട് ഈസ് ദ കീ എന്ന് ചോദിച്ചാൽ ഡിസൈപ്പിൾഷിപ്പ് ഈസ് ദ കീ. ശിഷ്യത്വമാണ് അതിന് താക്കോൽ, അല്ലാതെ മെഗാ ചർച്ചസ് അല്ല താക്കോൽ. ശിഷ്യത്വമാണ് കാര്യം. അങ്ങനെയെങ്കിൽ ഇന്നത്തെ പ്രശ്നം, ഇന്ന് there are some gifted people to preach the gospel. ഈ സുവിശേഷം പോയി പറയാൻ ചിലർ മാത്രമേ സഭയിലുള്ളൂ, അവർക്ക് മാത്രമാണ് ലൈസൻസ് പോയി സുവിശേഷം പറയാൻ. അങ്ങനെ ഒരു ചിന്തയാണ് നമുക്കുള്ളത്. അല്ല, സഭകൾ എന്തിനായിട്ടെന്ന് ചോദിച്ചാൽ അവിടെ 5 തരം ശുശ്രൂഷകരെ ദൈവം വെച്ചിട്ടുണ്ട്. അവർ സഭയിലുള്ള എല്ലാവരെയും അവരെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുവാനായി അവരെ സജ്ജമാക്കാൻ വേണ്ടിയാണ് സഭ. എത്ര പേർക്കത് മനസ്സിലായി? God has gifted the church with 5-fold ministers to
equip all the people for the ministry for which they have been called to. നിങ്ങൾ ഓരോരുത്തരെയും ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം വിളിച്ചിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളെ സജ്ജമാക്കി നിങ്ങളെ പറഞ്ഞയക്കുന്ന ഒരു ശുശ്രൂഷ മാത്രമേ സഭയ്ക്കുള്ളൂ. അല്ലാതെ സഭയിൽ ഈ പുൽപ്പറ്റി നിൽക്കുന്നവർ മാത്രമേ സുവിശേഷം പറയാവൂ, അവർ മാത്രമേ അല്ല. നിങ്ങൾ ഓരോരുത്തരും ഈ സുവിശേഷമായിട്ട് നിങ്ങളുടെ ആ ഇടങ്ങളിലേക്ക് പോകണം പ്രിയപ്പെട്ടവരെ. അവിടെ എല്ലാം നിങ്ങളെ അയക്കുവാനാണ്, നിങ്ങളെ സജ്ജമാക്കി അയക്കുവാനാണ് ദൈവസഭ ഒരുമിച്ച് കൂടുന്നത് പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും the gospel will go further west to Central Asia and the Middle East. മിഡിൽ ഈസ്റ്റിലേക്ക് പ്രത്യേകിച്ച് ഈ നാളുകളിൽ സുവിശേഷത്തിൻ്റെ വലിയൊരു മുന്നേറ്റം ഉണ്ടാവും, ഒരു സംശയം വേണ്ട. ഇന്ന് സഭകൾ, ഒരു കാലത്ത് 7 സഭകൾ ഉണ്ടായിരുന്നിടത്ത് ഇന്ന് ഒരു സഭ പോലും ഇല്ല. പക്ഷെ അവിടെയൊക്കെ ശക്തമായ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാവും പ്രിയപ്പെട്ടവരെ. ഞാനത് വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ കർത്താവിൻ്റെ വരവിനെ ത്വരിതപ്പെടുത്തുവാൻ കഴിയുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർത്തേ പറ്റൂ പ്രിയപ്പെട്ടവരെ. ഇസ്രായേൽ നോക്കുന്നത്, ഇസ്രായേൽ ഈസ് ലുക്കിംഗ് ടു ദ ഈസ്റ്റ്. അതുകൊണ്ടാണ് ആ ഈസ്റ്റേൺ ഗേറ്റ് തുറന്നിട്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഇസ്രായേലിൽ ഒരു കവാടം തുറന്നിട്ടിരിക്കുക. അതിനെ വിളിക്കുന്ന മെസ്സയാസ് ഗേറ്റ് എന്ന. മെഷിക ആ ഗേറ്റിൽ കൂടെ വരുമെന്ന്. പക്ഷെ ഞാൻ പറയട്ടെ, ഇന്ന് സുവിശേഷം നമ്മൾ ഫ്രം ദ റെസ്റ്റ് ഇറ്റ് ഹാസ് ടു ഗോ ടു ദ വെസ്റ്റ് അല്ലേ? ചെല്ലുമ്പോൾ വാസ്തവമായിട്ടും ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തി നടക്കും. 1 തിമോത്തിയോസ് 1:12 വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 1 തിമോത്തിയോസ് 1:12. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. നിങ്ങൾ എല്ലാവരും വാക്യം നിങ്ങളൊന്ന് വാഗൊണ്ട് വായിച്ചേ. ഇത് പൗലോസിൻ്റെ അനുഭവമായിരിക്കും അദ്ദേഹം എഴുതിയത്. ഇനി നിങ്ങളുടെ അനുഭവം ആകട്ടെ എന്ന് എൻ്റെ പ്രാർത്ഥന. ഉറക്കെ വായിക്കാം. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ, നെഞ്ചു കൈവച്ചേ, എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹി ഹാസ് നോട്ട് ഫൗണ്ട് us faithful but counted us faithful. നല്ലോണം ഓർക്കണം. ഹി ഹാസ് നോട്ട് കൗണ്ടഡ് മീ, ഹി ഹാസ് നോട്ട് ഫൗണ്ടഡ് മീ ഫെയ്ത്ത്ഫുൾ ബട്ട് ഹി ഹാസ് കൗണ്ടഡ് മീ ഫെയ്ത്ത്ഫുൾ. പദങ്ങൾ ശ്രദ്ധിക്കണം. എന്നെ വിശ്വസ്തനെന്ന് എണ്ണി, കൗണ്ട് ചെയ്തിരിക്കുക. എന്നെ വിശ്വസ്തനായി അവൻ കണ്ടിട്ട് എന്നാണോ? അല്ല. വിശ്വസ്തന്മാരൊക്കെ ഒന്ന് കൈപൊക്കിക്കുക. നമ്മളാരും വിശ്വസ്തരല്ല, അവിശ്വസ്തരാ. പക്ഷേ എന്നെ വിശ്വസ്തനെന്ന് കണ്ടിട്ടല്ല എന്നെ ശുശ്രൂഷ ഏൽപ്പിച്ചത്. എന്നെ വിശ്വസ്തനായിരിക്കും എന്ന് എണ്ണി, പ്രതീക്ഷിച്ച്, വിശ്വസിച്ച് എന്നെ ആക്കിയിരിക്കുക. എൻ്റെ മേൽ അത്രയ്ക്ക് വിശ്വാസം എൻ്റെ കർത്താവ് വെച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ഓരോരുത്തരും, എൻ്റെ കർത്താവ് നിങ്ങളെ അത്രയ്ക്ക് വിശ്വസിക്കുന്നു. വിശ്വസിച്ച് നിങ്ങളെ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുക. ആ ശുശ്രൂഷ മൈക്ക് പിടിക്കാനായിരിക്കത്തില്ല. നിങ്ങളായിരിക്കുന്നിടത്ത് യേശുവിൻ്റെ സാക്ഷിയായി നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം പോയി പറയുവാൻ നിങ്ങളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുക. ആ ശുശ്രൂഷയ്ക്കായിട്ട് എത്ര പേര് സമർപ്പിക്കും? ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർക്ക് കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. God bless you.